ദഖലൽ ജന്നത ബിഗൈരി ഹിസാബിൻ വലാ അദാബ്. അവന് ഹിസാബ് ഉണ്ടാകൂല, വിചാരണ ഉണ്ടാകൂല, ശിക്ഷയും ഉണ്ടാകൂല. വിചാരണയും ശിക്ഷയും ഇല്ലാതെ ഒരു വിഭാഗം ആളുകൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. ആ വിഭാഗം ആളുകളെ കുറിച്ച് പറയുന്നത്, അവരുടെ വിശേഷണം അവർ തൗഹീദ് സാക്ഷാത്കരിച്ച ആളുകളാണ് എന്നാണ്. അപ്പൊ തൗഹീദ് സാക്ഷാത്കരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നിർബന്ധമായും നമ്മൾ ഒഴിവാക്കണം. അതിൽപ്പെട്ടതാണ് ഷിർക്കുൻ അസ്ഗർ നമ്മൾ ഒഴിവാക്കണം, ബിദ്അത്തുകൾ ഒഴിവാക്കണം. ചില തിന്മകൾ ചില ആളുകൾ അത് ആവർത്തിച്ച് ചെയ്യും, തൗബ ചെയ്യാത്തൊരവസ്ഥ. ചില തിന്മകൾ അങ്ങനെയാണ്, ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ അത്തരം തിന്മകളിൽ നിന്ന് പുറത്തു വരാൻ പ്രയാസം. പ്രത്യേകിച്ചും യുവതലമുറയെല്ലാം എന്തോ വലിയൊരു സംഭവമായി കാണുന്നതാണ് സിഗരറ്റ് വലിക്കുക എന്നുള്ളത്. അത് വലിച്ചു തുടങ്ങിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ? പിന്നെ പല ആളുകൾക്കും അത് ഒഴിവാക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പൊ അൽ ഇസ്റാറു അലൽ മഅസിയ, തിന്മകളിൽ അടിമപ്പെട്ട് അത് വീണ്ടും വീണ്ടും ഒരു സൈക്കിൾ പോലെ ചെയ്യുന്നു, വീണ്ടും ചെയ്യുന്നു, അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റാത്ത ഒരവസ്ഥ. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. എന്നാ തിന്മകൾ എന്തുണ്ടാവും? മനുഷ്യന്റെ അടുക്കൽ ഉണ്ടാവും, പക്ഷെ തൗബ ചെയ്യും. അപ്പൊ അതുകൊണ്ട് തൗഹീദ് പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞാൽ ബിദ്അത്തുകൾ ഒഴിവാക്കണം, ഷിർക്കുൻ അസ്ഗറുകൾ ഒഴിവാക്കണം, തിന്മകളിൽ അടിമപ്പെട്ടു പോകുന്നത് ഒഴിവാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തിന്മകളിൽ അടിമപ്പെട്ടു പോകുന്നതിനെ തൊട്ട് നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ. പെട്ടുപോകുന്നതാണ് ചില ആളുകൾ നിർബന്ധപൂർവ്വം ചെയ്യുന്നതല്ല, എന്തെങ്കിലും ഒരു സാഹചര്യവും സന്ദർഭമൊക്കെ വന്ന് അങ്ങനെ ഒരു സന്ദർഭത്തിൽ തുടങ്ങും, പിന്നെന്ത് ചെയ്യാൻ പറ്റൂല, അത് നിർത്താൻ പറ്റാത്ത അവസ്ഥ. അതുകൊണ്ട് നമ്മൾ അത്തരം ആളുകളെ കാണുമ്പോൾ നമ്മളൊരു ചെറിയ കണ്ണോട് കൂടിയല്ല കാണേണ്ടത്, മറിച്ച് അൽഹംദുലില്ലാഹ് അല്ലാഹ് എന്ത് ചെയ്തിട്ടുണ്ട്? രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു ആ വ്യക്തിയും എന്ത് ചെയ്യട്ടെ? രക്ഷപ്പെടുത്തട്ടെ എന്ന നസീഹത്താണ് എപ്പോഴും നമുക്ക് ഉണ്ടാകേണ്ടത്. അതല്ലാതെ നമ്മൾ ആ തിന്മ വെച്ച് ഒരാളെ ചെറുതാക്കി കഴിഞ്ഞാൽ ആ തിന്മ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? പരീക്ഷിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. ഇനി അടുത്തത്, നമ്മൾ തൗഹീദ് സാക്ഷാത്കരിക്കുക എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ, ആ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ അതേ സമയത്ത് നിർബന്ധമായും ഒഴിവാക്കേണ്ടതാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. ഷിർക്കുൻ അസ്ഗറും ബിദ്അത്തും തിന്മകളിൽ നിന്നൊക്കെ നമ്മൾ നിർബന്ധമായും വിട്ടു നിൽക്കണം. എന്നാൽ ചില കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കലാണ് ഏറ്റവും നല്ലത്. അതിൽപ്പെട്ടതാണ് നമ്മൾ സൂചിപ്പിച്ചത്, ഒന്ന് കറാഹത്തുകൾ ഒഴിവാക്കുന്നവരാണ് തൗഹീദ് പൂർത്തീകരിച്ച ആളുകൾ. രണ്ട്, മുഷ്തബിഹാത്തായ കാര്യങ്ങൾ, സംശയമുണ്ടാകുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യും? അവരൊഴിവാക്കും. അവർ പറയും സംശയമുള്ളതല്ലേ, ഒഴിവാക്കലാ നല്ലത്, അങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഒഴിവാക്കും. ചില ആളുകൾ ചിലപ്പോൾ നമ്മൾ വിമർശിക്കും, ഓനെ കണ്ടില്ലേ, ഓനക്ക് ദീന് കൂടുതലാണ് എന്നൊക്കെ എന്ത് ചെയ്യും? ചിലപ്പോൾ പറഞ്ഞ് കളിയാക്കും. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്? ഹറാമിലേക്ക് എത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചില ആളുകൾ ചില ഭവിഷ്യത്തുകൾ പേടിച്ചുകൊണ്ട് എന്ത് ചെയ്യും? അത് ചെയ്യണ്ടെന്ന് പറയും. ചിലപ്പോൾ അത് ചെയ്യാൻ പാടില്ലാത്തതൊന്നും ആയിരിക്കൂല. സമൂഹത്തിൽ ചില ആളുകളൊക്കെ ചെയ്യുന്നുണ്ടാവും, അറിയപ്പെട്ട ആളുകൾ വരെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ നമ്മൾ ഒഴിവാക്കണമെന്ന് പറയുന്നത് പിന്നീട് എന്ത് ചെയ്യരുത്? അതൊരു ഫിത്നയായി മാറുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്നൊക്കെ പേടിച്ചുകൊണ്ടാണ് ഒഴിവാക്കണമെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ കുറച്ചും കൂടി സൂക്ഷ്മത വെച്ചു പുലർത്തി എന്തെങ്കിലും ഒരു അഭിപ്രായം ആരെങ്കിലും പറയുമ്പോൾ ചാടിക്കയറി ഇത് ഭയങ്കര ദീനിനെ കുടിസാക്കലാണ്, ദീനിനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഷിദ്ദത്തിലാക്കുന്നു എന്നൊന്നും എന്ത് ചെയ്യണ്ട, നമ്മൾ പറയേണ്ടതില്ല എന്നാണ്. അദ്ദേഹത്തിന്റെ സൂക്ഷ്മത എന്ത് ചെയ്യാ? നമ്മൾ പരിഗണിക്കാം, എന്നിട്ട് ചർച്ച ചെയ്തിട്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് എപ്പോഴും സംശയമുണ്ടോ അത് ഒഴിവാക്കലാ നല്ലത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എത്ര എളുപ്പമാണ്! എന്തെങ്കിലും ഒരു സംശയം ഉണ്ടാകുന്നു, ഒഴിവാക്കുന്നു. കാരണം റസൂൽ അതാ പഠിപ്പിച്ചത്. യഖീനിൽ എന്ത് ചെയ്യാ? എപ്പോഴും നിൽക്കുക എന്നുള്ളതാണ്. അടുത്തതാണ് ഫുദൂലുൽ മുബാഹാത്ത്, അനുവദനീയമായ കാര്യങ്ങളുണ്ട്. അനുവദനീയമായ കാര്യങ്ങളും അവർ അത്ര കണ്ട് പ്രവർത്തിക്കുകയില്ല എന്നാണ്. തൗഹീദ് പൂർണ്ണതയിലേക്ക് എത്തിയ ആളുകൾ മുബാഹായ, അനുവദിച്ചിട്ടുണ്ട്, ചെയ്തോന്ന് പറഞ്ഞിട്ടുണ്ട്, അതിലും അതിര് കവിയൂലാണ്. കാരണം അതിൽ അതിര് കവിയുന്നത് ഒരാളെ എന്തിൽ നിന്ന്, അവന്റെ എന്ത് കാര്യത്തിൽ നിന്നാണ് അവന്റെ സ്ഥാനത്തെ കുറയ്ക്കുന്നത്? അള്ളാഹുവിൽ നിന്ന് അവന്റെ സ്ഥാനത്തെ ചിലപ്പോൾ കുറക്കും. ആ സമയത്ത് അവനക്ക് എന്ത് ചെയ്യാൻ പറ്റും? നന്മകളിൽ മുന്നേറാൻ പറ്റും. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനവന്റെ മുഴുവൻ സമയം ഒരുപാട് മുബാഹായ കാര്യങ്ങൾ ചെയ്യണം. അവന് രാവിലെ മുതൽ വൈകുന്നേരം വരെ കളിക്കാൻ, ഉച്ചക്ക് നിസ്കരിക്കാൻ വരുന്നുണ്ട്,
വൈകുന്നേരം നിസ്കാരത്തിന് വരുന്നുണ്ട്, ഒക്കെ വരുന്നുണ്ട്. പക്ഷേ അവിടെ എന്താ സംഭവിക്കുന്നത്? കളി തെറ്റാണ് എന്നല്ല പറയുന്നത്, കളിക്കണം. അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമാകുന്ന രൂപത്തിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മൾ കളിക്കേണ്ടതുണ്ട്, പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ. എന്നാൽ അമിതമായി ഇത്തരം മുബാഹകളിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് നന്മകൾ നമുക്ക് നഷ്ടപ്പെടും. അറിവിന്റെ സദസ്സുകൾ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും, ഇബാദത്തുകൾ നമുക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് അനുവദിക്കപ്പെട്ട കാര്യമാണെങ്കിൽ പോലും അതിലും മുഅ്മിനീങ്ങളായ ആളുകൾ, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ തന്നെ തൗഹീദിൽ ഉന്നതമായ സ്ഥാനം കരസ്ഥമാക്കിയ ആളുകൾ, അവർ മുബാഹായ കാര്യത്തിൽ പോലും ശ്രദ്ധിക്കുന്ന ആളുകളാണ്. ഇനി അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ അവർ ചെയ്താൽ തന്നെ 2 ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. 2 ലക്ഷ്യങ്ങൾ അവരുടെ മുന്നിലുണ്ടാകും. ഒന്നാമത്തേത്, അവര് അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത് അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധിക്കും എന്ന നിയത്ത് കൊണ്ടാണ്. അതായത് അനുവദനീയമായ കാര്യം ചെയ്യുമ്പോൾ അവരുടെ മനസ്സിലുള്ളതെന്താ? ഇത് ചെയ്തു കഴിഞ്ഞാൽ അടുത്തെന്ത് ചെയ്യണം? ഇബാദത്തിലേക്ക് പോകണം എന്ന ലക്ഷ്യത്തിൽ മനസ്സിനെന്ത് ചെയ്യാം? ഒരു ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കാൻ, ചെറിയൊരു ഇടവേള കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാകും. ചില സന്ദർഭത്തിൽ നമുക്ക് ഇബാദത്തുകളൊക്കെ ചെയ്ത് ക്ഷീണം വരുന്ന അവസ്ഥ ഉണ്ടാകും. അപ്പൊ എന്തെങ്കിലും നമ്മൾ പുറത്തു പോകുന്നു, കുറച്ച് പ്രകൃതിയൊക്കെ കാണുന്നു, അങ്ങനെയൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ മുബാഹായ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടി വരും. അത് ഉപയോഗപ്പെടുത്തുമ്പോഴും ലക്ഷ്യം എന്താണ്? അത് കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യണം? ഇബാദത്തിലേക്ക് മടങ്ങണം എന്നതാണ്. രണ്ടാമത്തേത് അവരെ ലക്ഷ്യമായി കാണുന്നത് അമ്മ അന ഫഅഹ്തസിബു നൗമതി കമാ അഹ്തസിബു ഖൗമതി. എന്ത് ഹലാലായ കാര്യം ചെയ്യുമ്പോഴും അതിലേക്ക് നല്ല നിയത്ത് കൊണ്ടുവരും. എന്ത് ഹലാലായ കാര്യം ചെയ്യുമ്പോഴും, ഒരാൾ ജോലിക്ക് പോകാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ, അല്ലെങ്കിൽ രാവിലെ മുതൽ രാത്രി വരെ ഒരാൾ ജോലിയിലാണ്, എന്നാ ആ ജോലിയെ എന്താക്കി മാറ്റാൻ സാധിക്കും? ഇബാദത്താക്കി മാറ്റാൻ സാധിക്കും. ഞാൻ എന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും സമയം ചെലവഴിക്കുന്നത്. എന്തിനു വേണ്ടി കുടുംബത്തിന് ചെലവഴിക്കണം? റബ്ബ് പറഞ്ഞിട്ടുണ്ട്, കുടുംബത്തിന് നോക്കേണ്ടതാരാ? എന്റെ ബാധ്യതയാണ്. അതുകൊണ്ട് അങ്ങനെ നമ്മൾ ആ ഒരു കോണിലൂടെ പണിയെടുക്കുകയാണെങ്കിൽ അതിനു പോലും എന്ത് ചെയ്യും? അള്ളാഹു പ്രതിഫലം രേഖപ്പെടുത്തും എന്നാണ്. അവിടെയാണ് മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാൻ ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴുമെല്ലാം നിയത്തോട് കൂടിയിട്ടാണ് ഉറങ്ങാറുള്ളത്. ഒരാൾ ഉറങ്ങുന്ന സമയത്ത് നിയത്ത് വെക്കണം, ഞാൻ ഈ ഉറങ്ങുന്നതിന് വേണ്ടിയിട്ടാണ്. ഉറങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറങ്ങിയാൽ തഹജ്ജുദിന് എഴുന്നേൽക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് ഉറങ്ങുന്നു. ക്ഷീണമുണ്ട്, ഈ ക്ഷീണം മാറ്റിയിട്ട് വീണ്ടും ഇബാദത്തിലേക്ക് വരണം എന്ന നിയത്തിൽ ഉറങ്ങിയാൽ ആ ഉറക്കത്തിനും പ്രതിഫലമുണ്ട്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഇബാദത്താക്കി മാറ്റാൻ പറ്റും. ജീവിതം മുഴുവനും ഇബാദത്താക്കി മാറ്റാൻ സാധിക്കും അത്തരം ആളുകൾക്ക്. അതുകൊണ്ട് നിയത്ത് എന്നത് വളരെ പ്രധാനമാണ്. ചില ഉലമാക്കൾ പറയുന്നത് നിയത്തിന്റെ വിഷയം നമ്മൾ പഠിക്കേണ്ടതാണെന്നാണ്. എങ്ങനെ നിയത്ത് വെക്കണം എന്ന് നമ്മൾ പഠിക്കേണ്ട വിഷയമാണ് എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ളുഹ്ർ നിസ്കരിക്കാൻ വേണ്ടി ഒരാൾ കടന്നു വരുന്നു, വുളു എടുത്തിട്ട് ളുഹ്ർ നിസ്കരിക്കാൻ വേണ്ടി കടന്നു വരുന്നു. ളുഹ്റിന്റെ ബാങ്കും കൊടുത്തിട്ടുണ്ട്. ളുഹ്റിന്റെ ബാങ്ക് കൊടുത്തതിന് ശേഷമാണ് പള്ളിയിലേക്ക് എത്തുന്നത്. എന്തൊക്കെ നിസ്കാരങ്ങൾ അവിടെ നിസ്കരിക്കാൻ പറ്റും? എന്തൊക്കെ സുന്നത്ത് നിസ്കാരങ്ങൾ നിസ്കരിക്കാം? ഒന്ന്, വുളൂഹിന്റെ ശേഷമുള്ള നിസ്കാരം നിസ്കരിക്കാം. പിന്നെ തഹിയ്യത്ത്, ളുഹ്റിന്റെ മുമ്പുള്ളത് 4 റക്അത്ത്, ഇതൊക്കെ നമുക്ക് അവിടെ നിസ്കരിക്കാൻ പറ്റും. എന്നാൽ നിയത്തിനെ കുറിച്ച് ഒരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വുളൂഹിന്റെ 2 റക്അത്ത് ഉണ്ട്, തഹിയ്യത്തിന്റെ 2 റക്അത്ത് ഉണ്ട്, ളുഹ്റിന്റെ മുമ്പുള്ള 2 റക്അത്ത്. ഈ 6 റക്അത്ത് നിസ്കാരവും ഒറ്റ നിയത്തിൽ നിസ്കരിക്കാം. വുളൂഇന്റെതും തഹിയ്യത്തിന്റെതും ളുഹ്റിന്റെ മുമ്പുള്ള 2ഉം. അപ്പൊ 2 റക്അത്ത് നിസ്കാരം പ്രതിഫലം, 6 റക്അത്ത് നിസ്കരിച്ചതിന്റെ പ്രതിഫലം. എന്തുകൊണ്ട്? എനിക്ക് നിയത്ത് എങ്ങനെ വെക്കണം എന്നറിയാം. ഒരു മജ്ലിസിൽ ഇരിക്കുമ്പോൾ പോലും നിങ്ങളിൽ ഇരിക്കുന്ന എല്ലാ ആളുകളുടെയും പ്രതിഫലം ഒരുപോലെയല്ല, വ്യത്യസ്തമാണ്. ഓരോ ആളുകളുടെയും നിയത്തിനും ഓരോ ആളുകളുടെയും പ്രയത്നത്തിനും അനുസരിച്ചിട്ടാണ് പ്രതിഫലത്തിൽ ഏറ്റ വ്യത്യാസം വരിക. അപ്പൊ അത് എങ്ങനെയാ ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? നിയത്തിനെ കുറിച്ച് പഠിച്ചതുകൊണ്ടാണ്. എന്നാ ഒരു സാധാരണക്കാരനായ വ്യക്തി നിയത്തിനെ കുറിച്ചൊന്നും പഠിച്ചിട്ടില്ല, നിയത്തിനെ കുറിച്ചൊന്നും അറിയില്ല എങ്കിൽ 6 റക്അത്ത് വന്നെന്ത് ചെയ്യും? നിസ്കരിക്കും. തെറ്റാണ് എന്നല്ല, പ്രതിഫലം ഉണ്ട്, പ്രതിഫലം ലഭിക്കും. എന്നാൽ മറ്റേ വ്യക്തിക്കുള്ള മെച്ചെന്താണ്?
2 റക്അത്തിൽ 6 പ്രതിഫലം നേടി. ശേഷം എന്ത് ചെയ്യാൻ പറ്റും? പ്രാർത്ഥിക്കാൻ പറ്റും, ഖുർആനിന്റെ പാരായണം നടത്താൻ പറ്റും. വീണ്ടും എന്ത് ചെയ്യാണ്? വീണ്ടും പ്രതിഫലങ്ങൾ കരസ്ഥമാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിയ്യത്ത് എന്ത് ചെയ്യണം? നിങ്ങൾ ഇബാദത്തുകൾ പഠിക്കുന്നത് പോലെ നിങ്ങൾ നിയ്യത്തുകൾ പഠിക്കണം എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതാണ് മൂന്നാമത്തേത് ഹലാലായ കാര്യങ്ങളും അമിതമായി എന്ത് ചെയ്യൂല, അതിൽ ഇങ്ങനെ കറങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാകൂല. എത്രയാണോ അവന്റെ ആഖിറത്തിന് വേണ്ടത്, എന്താണ് അവന്റെ ആഖിറത്തിന് ഉപകരിക്കുന്നത്, അത്തരം ഹലാലായ കാര്യങ്ങൾ സ്വീകരിക്കും, എന്നിട്ട് മുന്നോട്ട് പോകും. അത് പറഞ്ഞു വന്നത്, ഇങ്ങനൊക്കെ പറയുമ്പോൾ ചില ആളുകൾക്ക് തോന്നും, എന്താ ഇത് ഹലാലായ കാര്യം കൂടുതൽ ചെയ്യാൻ പറ്റൂല, ഇതൊക്കെ ഒരു പ്രയാസല്ലേ എന്ന് തോന്നിപ്പോകും. ശരിക്കും നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അതൊന്നും പ്രയാസമല്ല എന്നുള്ളതാണ്. അതൊക്കെ നമുക്ക് ആസ്വാദനായി കണ്ടെത്താൻ പറ്റും. ദീനിന്റെ എല്ലാം ആസ്വാദനമായിട്ട് മാറും. ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുല്ല അദ്ദേഹം രോഗശയ്യയിൽ കിടക്കുന്ന സന്ദർഭത്തിൽ ഹോസ്പിറ്റലിൽ പുറത്തു വന്നിട്ട് വീട്ടിലേക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോകാം എന്ന് തന്റെ മകൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പിന്മാറിയിട്ട് വീണ്ടും എന്ത് ചെയ്യാണ്? ഫത്വ കൊടുക്കാൻ വേണ്ടി പോയി. അദ്ദേഹത്തോട് ആളുകൾ ചിലപ്പോൾ ചോദിക്കുന്ന, നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചൊക്കെ പുറത്തൊക്കെ ഇങ്ങനെ നടന്നു വരാമെന്നൊക്കെ പറയുന്ന അദ്ദേഹം അതിനൊന്നും കൂട്ടാക്കാറില്ല. അദ്ദേഹത്തിന്റെ മുഴുവൻ സമയവും ആളുകൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കുക, ആളുകൾക്ക് ഉപകാരമുള്ള അവരുടെ ചോദ്യങ്ങൾ കൈകാര്യം ചെയ്യുക, ഇങ്ങനെ അദ്ദേഹത്തിന്റെ സമയം ക്രമീകരിച്ചിരുന്നു. അതിലെന്തുണ്ട്? അവർക്ക് വലിയൊരു ആസ്വാദനം അതിന്റെ പിന്നിൽ അവർക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. നാലാമത്തേത്, നമ്മുടെ തൗഹീദ് സാക്ഷാത്കരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട നാലാമത്തെ കാര്യം, അന്നഹും യതനസ്സഹൂന അൻ സുആലിൽ മഖ്ലൂഖീൻ. ജനങ്ങളോടൊന്നും ചോദിക്കൂല. സ്വന്തം തന്നെയും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കും. കാരണം ജനങ്ങളോട് ചോദിക്കുക എന്നുള്ളത് ദുർബലതയാണ്. അള്ളാഹുവിനോട് ചോദിക്കുക എന്നത് പ്രതാപവുമാണ്. അതുകൊണ്ട് സ്വന്തമായ നിലക്ക് ചെയ്യാൻ സാധിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം സ്വന്തമായി തന്നെ ചെയ്യും. എന്നാൽ അതേ സന്ദർഭത്തിൽ ചിലത് നമ്മൾ ചോദിക്കേണ്ടി വരും, ചിലത് നമ്മൾ പരസ്പരം സഹായം ആവശ്യപ്പെടേണ്ടി വരും. നിങ്ങൾ നന്മയിലും തഖ്വയിലും പരസ്പരം സഹായിക്കണം. പരസ്പര സഹായം ആവശ്യമാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ചില സന്ദർഭത്തിൽ നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നതിൽ പ്രശ്നമില്ല. അപ്പൊ തൗഹീദുള്ള ആളുകൾ എന്ത് ചെയ്യൂല, ഇങ്ങനെ എന്തുണ്ടെങ്കിലും ജനങ്ങളോട് ചോദിക്കുക, എന്താവശ്യത്തിനും ജനങ്ങളുടെ മുമ്പ് പോയിട്ട് കൈ നീട്ടുക. തൗഹീദുള്ള ആളുകൾ ചെയ്യൂല. ഇല്ലെങ്കിൽ ആ ഇല്ലാത്തതുപോലെ എന്ത് ചെയ്യും, ജീവിക്കും. പക്ഷെ അവർ ചോദിക്കും, ആരോട്? റബ്ബിനോട് ചോദിക്കും. എന്ത് ആവശ്യങ്ങളും അവർ റബ്ബിനോട് ചോദിക്കുന്ന. ഒരിക്കൽ സഹാബാക്കളെല്ലാം റസൂലിന്റെ അടുക്കൽ കൂടിയിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ഒരു ബൈഅത്ത് ചെയ്യുന്നുണ്ട്. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബായഅഹും വകാനൂ റഹ്തൻ വകാന ഫീമാ ബായഅഹും അല്ലാ യസ്അലു الناس شيئا. ബൈഅത്ത് ചെയ്യുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബൈഅത്ത് ചെയ്യുക എന്നത് ചെറിയ കാര്യത്തിലല്ല, ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലെ ബൈഅത്ത് ചെയ്യുള്ളൂ. എന്തായിരുന്നു ബൈഅത്ത്? ജനങ്ങളോടൊന്നും ചോദിക്കുകയില്ല. ജനങ്ങളോട് ഒന്നും ചോദിക്കൂല. ചെയ്യാൻ സാധിക്കുന്നതൊക്കെ അവരവര് തന്നെ ചെയ്യും. നമ്മൾ എപ്പോഴും നമ്മുടെ കുട്ടികൾക്കും പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. എന്താണോ അവർക്ക് അവരുടേതായ നിലക്ക് ചെയ്യാൻ സാധിക്കുന്നത് അത് അവർ തന്നെ ചെയ്ത് ശീലിക്കണം. എപ്പോഴും മറ്റുള്ള ആളുകൾ അവലംബിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ വലുതാകുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? അവലംബിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. എന്നാൽ ചെറുപ്പത്തിലെ സ്വന്തം തന്നെ പല കാര്യങ്ങളും ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ വലുതാകുമ്പോഴും ഒറ്റക്ക് തന്നെ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കും. അങ്ങനെ പരിശ്രമിക്കുമ്പോൾ അവന്റെ വ്യക്തിത്വത്തിൽ നല്ല മാറ്റം ഉണ്ടാകും. ആരോടും വലുതായാലും കൈ നീട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാകൂല. അപ്പൊ അത് നമ്മൾ ചെറുപ്പത്തിലേ പഠിപ്പിച്ചു കൊടുക്കേണ്ട വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബാക്കളോട് ബൈഅത്ത് ചെയ്യാൻ പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ്. ഒരിക്കൽ നബി ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നബിയോട് ദുനിയാവിന്റെ ഒരു ആവശ്യം ചോദിക്കാൻ വേണ്ടി ഒരു വ്യക്തി കടന്നു വന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ പറഞ്ഞു കൊടുക്കാൻ. ഖുതുബയിൽ നബി ഒരു വിഷയം പറയാം, മൻ യസ്തഅഫിഫ് യുഇഫഹുല്ലാഹു വമൻ യസ്തഗ്നി യുഗ്നിഹില്ലാഹു. ആരെങ്കിലും ഒരാൾ ജനങ്ങളോട് ചോദിക്കാതെ കൈനീട്ടാതെ നിന്നു കഴിഞ്ഞാൽ അള്ളാഹു അവന് കൊടുക്കുന്ന. ആരെങ്കിലും ജനങ്ങളുടെ അടുക്കലിൽ നിന്ന് ചോദിക്കാതെ പിന്മാറിക്കഴിഞ്ഞാൽ അള്ളാഹു അവനെ ധനികനാക്കുന്ന. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു, നല്ല അത്യാവശ്യമുള്ള കാര്യമാണ്, ആദ്യം
നമ്മുടെ മനസ്സിലേക്ക് ആരാ കടന്നു വരേണ്ടത്? അല്ലാഹുവാണ്. അതാണ് തൗഹീദിന്റെ മർമ്മം എന്ന് പറയുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, ഭയങ്കരമായൊരു ബുദ്ധിമുട്ട് വന്നു, സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു, എന്നാൽ പലപ്പോഴും നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് പല മനുഷ്യന്മാരെയാണ്. പല മനുഷ്യന്മാരുടെയും മുഖങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും. അതേ സമയത്ത് ആരെ നമുക്ക് ഓർമ്മ വരൂല? അള്ളാഹുവിനെ നമുക്ക് ഓർമ്മ വരൂല എന്നുള്ളതാണ്. എന്നാൽ അതിൽ നിന്ന് നേരെ നമ്മൾ തിരിയണം. എന്ത് ചെറിയ ആവശ്യങ്ങൾ മനസ്സിലേക്ക് കടന്നു വരുമ്പോഴും റബ്ബിനെ നമുക്ക് മനസ്സിൽ ഓർമ്മ വരണം. റബ്ബാണ് എല്ലാം നിയന്ത്രിക്കുന്നത്, എല്ലാ കാര്യങ്ങളും ശരിപ്പെടുത്തി തരുന്നത് റബ്ബാണ്. റബ്ബാണ് ആളുകളുടെ മനസ്സിൽ എല്ലാ കാര്യങ്ങളും വിട്ടുകൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് റബ്ബിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും? അള്ളാഹു ഏതെങ്കിലും ഒരു സൃഷ്ടികൾ ഏർപ്പെടുത്തും നമ്മുടെ കാര്യം ശരിപ്പെടുത്തി തരാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ ഒരു തൗഹീദ് എന്ത് ചെയ്യണം? നമുക്കുണ്ടാകണം. അവിടെയാണ് ഈ അടുത്ത് ഹറമിൽ ഒരാൾ കരഞ്ഞു പ്രാർത്ഥിക്കണം. നമുക്ക് ആ പ്രാർത്ഥന കണ്ടാൽ തന്നെ നമുക്ക് വിഷമായി പോകും. അത്ര ഇമോഷണലായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന റെക്കോർഡ് ചെയ്യപ്പെട്ടു. അദ്ദേഹം എന്താണ് ആ പ്രാർത്ഥനയിൽ ചോദിച്ചത് എന്ന് അവിടെയുള്ള ഒരു വ്യക്തി, വലിയ സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ചോദിച്ചറിയുകയും അദ്ദേഹത്തിന് ഭാരിച്ച ഒരു കട ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ നാട്ടിൽ ഭാരിച്ച ഒരു കടം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഹറമിൽ ക്ലീൻ ചെയ്യുന്ന ജോലി ചെയ്യുന്ന ആളാണ്. അങ്ങനെ ആ കടം മുഴുവൻ എന്ത് ചെയ്തു? ആ വ്യക്തി ഏറ്റെടുത്തു. അദ്ദേഹത്തിന്റെ കടം മുഴുവനും. പ്രാർത്ഥിച്ചത് ആരോടാണ്? അള്ളാഹുവിനോട്. സൃഷ്ടികളോടൊന്നും ചോദിച്ചിട്ടില്ല. അതാണ് റസൂല് പറഞ്ഞത്, ആരെങ്കിലും ഒരാൾ അള്ളാഹുവിനോട് മാത്രം ചോദിക്കുന്നു, ജനങ്ങളിൽ നിന്ന് കൈ പിൻവലിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അവന്റെ ധനികനാക്കും. അള്ളാഹു അവന്റെ കാര്യങ്ങൾ ശരിപ്പെടുത്തി കൊടുക്കും. അവന്റെ കാര്യങ്ങൾ ശരിപ്പെടുത്താൻ സൃഷ്ടികൾ അള്ളാഹു എന്ത് ചെയ്യും? ഏർപ്പാടാക്കും എന്നതാണ്. അത് നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. അതുകൊണ്ട് ആ രൂപത്തിലേക്ക് എന്ത് ചെയ്യണം? നമ്മുടെ തൗഹീദ് മാറണം എന്നുള്ളതാണ്. ഈ പറയുന്ന ബാബിൽ 2 ആയത്തുകളാണ് കൊടുത്തിട്ടുള്ളത്. 2 ആയത്തും ഒരു ഹദീസുമാണ്. അതിൽ ഒന്നാമത്തെ ആയത്ത് ഇന്ന ഇബ്രാഹീമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫൻ വലം യകു മിനൽ മുശ്രികീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ഉമ്മത്തായിരുന്നു എന്നാണ്. ഖുർആനിൽ ഉമ്മത്ത് എന്ന പദം 4 അർത്ഥങ്ങൾക്കാണ് വരാറുള്ളത്. ഒന്ന് ഇമാം എന്നുള്ള അർത്ഥത്തിന് വരും. ഇവിടെ വന്നത് അതിനാണ്. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മ. ഇബ്രാഹിം നബി ആരാണ്? ഇമാമാണ്. ചില സന്ദർഭത്തിൽ കാലം എന്ന അർത്ഥത്തിൽ വരും. ചില സന്ദർഭത്തിൽ ജമാഅത്ത്, ഒരു സംഘം, അല്ലെ? ഉമ്മതൻ വസതൻ. ഉമ്മതൻ വസതൻ, മധ്യമ നിലപാടുള്ള സംഘം. ചില സന്ദർഭത്തിൽ ദീന് എന്ന അർത്ഥത്തിൽ വരും. ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ ദീന്. ഖുർആനിൽ ഉമ്മത്ത് എവിടെയൊക്കെ വന്നിട്ടുണ്ടോ ഈ 4 അർത്ഥത്തിന്റെ പുറത്തും ചെയ്തിട്ടില്ല, പോയിട്ടില്ല. അപ്പൊ ഇവിടെ പറയുന്നത് ഇബ്രാഹിം നബി ഒരു ഇമാമാണ് എന്ന. ഇബ്രാഹിം നബി ഒരു ഇമാമാണ്. കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ ഇമാമായി പരിചയപ്പെടുത്താൻ കാരണങ്ങളുണ്ട്. അത്രയും വലിയ പരിശ്രമങ്ങളാണ് ഇബ്രാഹിം നബി തന്റെ ജീവിതത്തിലൂടെ നടത്തിയത് എന്ന്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് കുട്ടിയില്ല. അവസാന കാലഘട്ടത്തിൽ കുട്ടിയെ ലഭിക്കുന്നു. എന്നിട്ട് വീണ്ടും പരീക്ഷണം വരുന്നു. ആ കുട്ടി എന്ത് ചെയ്യണം? അറുക്കണം എന്ന് പറയുന്നു. അതും ഇബ്രാഹിം നബി സാക്ഷാത്കരിക്കുന്നു. ആ സാക്ഷാത്കരിക്കാൻ വേണ്ടി ഇബ്രാഹിം നബിയെ സഹായിക്കുന്നത് ആരാ? ഇബ്രാഹിം നബിയുടെ മകനാണ്. ഇബ്രാഹിം നബിയുടെ മകൻ എന്താ പറയുന്നത്? യാ അബതി, ഓ ഉപ്പ, ഇഫ്അൽ മാ തുഅ്മർ. എന്താണോ നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് അത് നിങ്ങൾ ചെയ്തോളി. ഉപ്പ പറയാൻ ദീൻ. ഉപ്പയോട് മകൻ പറയാൻ, ഉപ്പ എന്താണോ റബ്ബ് പറഞ്ഞത് അത് നിങ്ങൾ ചെയ്തോളി. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. എന്നിട്ട് മകന് മകൻ ഉപ്പയെ അനുസരിക്കുന്നവനാണ്. അവിടെ മകൻ പറയുന്നത് എന്താ? അള്ളാഹ് എന്നെ സഹായിക്കുന്ന, ക്ഷമിക്കാൻ അള്ളാഹ് എന്നെ സഹായിക്കും. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അള്ളാഹ് എന്നെ ക്ഷമാലുക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തും. അപ്പൊ അള്ളാഹുവിന്റെ സഹായവും അവിടെ പ്രതീക്ഷിക്കാൻ. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അറുക്കാൻ വേണ്ടി നിൽക്കുന്നു. ആ സമയത്ത് നമ്മൾ ചെറുപ്പത്തിലേ കേട്ട കഥയാണെന്ത്? കത്തിയെടുക്കുന്നു, എന്നിട്ട് അറക്കുന്നു. അറക്കുന്ന സമയത്ത് എന്താകൂല? അറക്കുന്ന സമയത്ത് മുറിയൂല. അത് ഭയങ്കര ഒരു ഹദീദ് പോലെ, ഇരുമ്പ് പോലെ ഇബ്രാഹിം നബിയുടെ മകനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഴുത്ത് മാറിയിട്ടുണ്ടാകും എന്ന കഥ. പക്ഷെ അതെന്തല്ല? സ്വഹീഹല്ല എന്ന. ആ കഥക്ക് പ്രസക്തിയില്ല.
ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അറക്കാൻ പോകുന്ന നേരത്ത് തന്നെ വനാദൈനാഹു അയ്യാ ഇബ്രാഹിം, ഇബ്രാഹിം നബിയെ ദൂരത്തുനിന്ന് വിളിക്കുന്നു. ഒരു വിളി ഇബ്രാഹിം നബി കേൾക്കാൻ, ഖദ് സദ്ദഖ്ത റുഅ്യ, കണ്ട സ്വപ്നം എന്ത് ചെയ്തിട്ടുണ്ട്? സാക്ഷാത്കരിച്ചിട്ടുണ്ട്. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, മുഹ്സിനീങ്ങളായ ആളുകൾക്ക് അപ്രകാരമാണ് ഞാൻ പ്രതിഫലം നൽകുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. ഇതുകൊണ്ടാണ് ഇബ്രാഹിം നബി ഇമാമായി മാറിയത്. ഒരുപാട് പരീക്ഷണങ്ങൾ, ആ പരീക്ഷണങ്ങളിലെല്ലാം ക്ഷമ കൈകൊണ്ടു അള്ളാഹു എന്താണോ പറഞ്ഞത് അത് പ്രകാരം നടപ്പിലാക്കുന്നു. തന്റെ സ്വന്തം വിഷയത്തിൽ, കുടുംബത്തിന്റെ വിഷയത്തിൽ, ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നാനാ മേഖലയിലും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മാതൃകയായിരുന്നു. എന്നിട്ട് അള്ളാഹു പറയുന്നത് എന്താ? ഉമ്മത്ത് എന്ന് പറഞ്ഞു. ഖാനിതൻ, ഖാനിത്ത് എന്ന് പറഞ്ഞാൽ എപ്പോഴും നന്മ ചെയ്യാം, തുടർച്ചയായി നന്മ ചെയ്യാം. തുടർച്ചക്കാണ് പല ആളുകളും പരാജയപ്പെടുന്നത്. എല്ലാ ആളുകൾക്കും തുടങ്ങാൻ സാധിക്കും, എല്ലാം അങ്ങനെയാണ്, തുടങ്ങാൻ സാധിക്കും. പക്ഷെ തുടർച്ചക്കാണ് ബുദ്ധിമുട്ടുണ്ടാവുക. എന്നാൽ തുടർത്തുന്നവരാണ് യഥാർത്ഥ വിജയികളും. ആരാണോ തുടർത്തുന്നത് അവരാണ് യഥാർത്ഥ വിജയികൾ. എത്ര ആളുകൾക്ക് പറയാൻ പറ്റും 10 ദിവസം, ചുരുങ്ങിയത് 10 ദിവസം വേണ്ട, ഒരു 7 ദിവസം കിടക്കാൻ നേരത്ത് 7 ദിവസവും ചൊല്ലേണ്ട പ്രാർത്ഥനകൾ ചൊല്ലിയിട്ടാണ് ഞാൻ കിടന്നിട്ടുള്ളത് എന്ന് എത്ര ആൾക്ക് പറയാൻ പറ്റും? 7 ദിവസം തുടർച്ചയായി ഒരു ദിവസവും നഷ്ടപ്പെടാതെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ രാവിലത്തെ ദിക്ർ, വൈകുന്നേരത്തെ ദിക്ർ, ഇതിലൊന്നും ഒരു മുടക്കവും ഇല്ലാതെ തുടർച്ചയായി 7 ദിവസങ്ങൾ ഞാനിത് ചൊല്ലിയിട്ടുണ്ട്. പലപ്പോഴും തുടർച്ച നഷ്ടപ്പെട്ടു പോകാൻ. അവിടെയാണ് റസൂല് പറഞ്ഞത്, എത്ര ചെറുതാണെങ്കിലും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം അത് തുടർത്തിക്കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഇന്ന് പല മോട്ടിവേഷൻ സ്പീക്കർമാരും പറയുന്നത് ഈ ആശയാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം വേണോ? അതിന് ഇംഗ്ലീഷിൽ പറയും നിങ്ങൾക്ക് കൺസിസ്റ്റൻസി വേണം. കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ അതാണ് വിജയത്തിന്റെ താക്കോൽ എന്നൊക്കെ പറയും. 1400 വർഷങ്ങൾക്ക് മുമ്പ് റസൂല് പഠിപ്പിച്ച കാര്യമാണ്. നിങ്ങൾക്ക് എന്തുണ്ടാകണം? താഅത്തിന്റെ വിഷയത്തിൽ, അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ നിങ്ങൾക്ക് തുടർച്ച ഉണ്ടാകണം. എല്ലാ തുടക്കത്തിനും ഒരു മാധുര്യം ഉണ്ടാവും, എല്ലാ തുടക്കത്തിനും മാധുര്യം ഉണ്ടാകും. എന്നാൽ ആ മാധുര്യം തുടർത്തിക്കൊണ്ടുപോകാൻ സാധിക്കുന്നവരാണ് യഥാർത്ഥ വിജയികൾ. അങ്ങനെയായിരുന്നു ഇബ്രാഹിം നബി. അതാണ് ഖാനിതൻ എന്നതിന്റെ അർത്ഥം, ദവാമുത്ത്വാഅ എന്നാണ്. എന്നിട്ട് പറയാണ് ഹനീഫൻ, ഇബ്രാഹിം നബി ഹനീഫാണ്. പലപ്പോഴും നമ്മൾ കേൾക്കുന്ന പദമാണ് ഹനീഫ്. ഹനീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിർക്കിൽ നിന്ന് തെറ്റി തൗഹീദിൽ നിലനിൽക്കുന്ന വ്യക്തി എന്ന്. ഹനീഫ് എന്ന് പറഞ്ഞാൽ മാഇലൻ അനിശ്ശിർക്കി, ഷിർക്കിൽ നിന്ന് മാറി നിൽക്കുന്നു. എന്നിട്ട് പറയാണ് വലം യകു മിനൽ മുശ്രിക്കീൻ, ഇബ്രാഹിം നബി ആരുടെ കൂട്ടത്തിൽപ്പെട്ട ആളല്ല? മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളല്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുന്നു. അപ്പൊ ഇതാണ് ഒന്നാമത്തെ ആയത്ത്. ഈ ആയത്തിൽ പറയുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇമാമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അനുസരണയിൽ തുടർച്ചയുണ്ടായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഷിർക്കിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുശ്രിക്കല്ല, ഷിർക്ക് ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട വ്യക്തിയല്ല എന്ന് പറയാം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത് ഉസ്വത്തുൻ ഹസന, ഇബ്രാഹിം നബിയിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്ന് പറയുന്നത്. വഅഅ്തസിലുകും വമാ തദ്ഊന മിൻ ദൂനില്ലാഹ്, ഇബ്രാഹിം നബി പറയുന്നത് ഞാൻ നിങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്നു, നിങ്ങൾ ആരാധിക്കുന്നതിൽ നിന്നും വിട്ടു നിൽക്കുന്നു. അപ്പൊ തൗഹീദ് സാക്ഷാത്കരിക്കണമെങ്കിൽ 2 കാര്യങ്ങൾ വേണം. ഒന്ന്, നമ്മൾ ഷിർക്ക് ചെയ്യാൻ പാടില്ല. 2, ഷിർക്കിന്റെ ആളുകളുടെ കൂടെ നമ്മൾ കൂടാനും പാടില്ല എന്ന്. അതാണ് അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വല്ലദീന ഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ, അവർ അവരുടെ റബ്ബിൽ ഷിർക്ക് ചെയ്യാത്ത ആളുകളാണ്. നമ്മൾ 2 കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. തൗഹീദുള്ള ആളുകൾ പലപ്പോഴും തൗഹീദിൽ അധിഷ്ഠിതമായി ജീവിക്കും. ഷിർക്കിൽ അവരിലേക്ക് കടന്നു വരൂല, ഷിർക്കിന് അവർ ശ്രദ്ധിക്കും. പക്ഷെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വശമാണ് നമ്മൾ ഷിർക്കിന്റെ ആളുകളുടെ കൂടെ എന്ത് ചെയ്യരുത്? കൂടരുത്. ഷിർക്കിന്റെ ആളുകളുടെ കൂടെ കൂടുക, അവർ നടത്തുന്ന പരിപാടികൾക്ക് നമ്മൾ പോയി അവിടെ ഇരുന്നു കൊടുക്കുക. ഷിർക്കിന്റെ ആളുകളിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? വിട്ടു നിൽക്കണം, പൂർണ്ണമായ നിലക്ക് വിട്ടു നിൽക്കണം. എന്തെങ്കിലും ആവശ്യങ്ങൾ വരികയാണെങ്കിലാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ അവരോട് ഇടപഴകേണ്ടത്. എന്നാൽ അതേ സമയത്ത് നമ്മൾ നന്മ ചെയ്തു കൊടുക്കണം. വിട്ടു നിൽക്കണം എന്ന് പറയുമ്പോൾ എന്തല്ല, അവരോട് മോശമായ രീതിയിൽ പെരുമാറുക,
അവരെ ചീത്ത വിളിക്കുക അല്ല, ഇഹ്സാന് ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ വ്യത്യാസമില്ലാതെ എന്ത് ചെയ്തിട്ടുണ്ട്? നന്മ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നബി ഇസ്ലാമിലേക്ക് ആളുകൾ ക്ഷണിക്കുമ്പോൾ ആളുകൾ ഉടനെ ഇസ്ലാം സ്വീകരിക്കാൻ. എന്തുകൊണ്ട്? നബിയുടെ സ്വഭാവത്തിന്റെ മഹിമയാണത്. മുസ്ലിം ആകട്ടെ അമുസ്ലിം ആകട്ടെ അവർക്ക് എന്ത് ചെയ്യണം? ഇഹ്സാൻ ചെയ്യണം, നന്മകൾ നമ്മൾ ചെയ്യണം. അപ്പൊ ഇവിടെയും അതുപോലെ തന്നെയാണ്. നമ്മൾ വിട്ടുനിൽക്കുക എന്നതാണ് അടിസ്ഥാനം. വിട്ടുനിൽക്കുക എന്നതാണ് അടിസ്ഥാനം. അതേ സമയത്ത് എന്തെങ്കിലും ആവശ്യം വരുന്നു, എന്തെങ്കിലും സന്ദർഭം വരുന്നു, ആ സന്ദർഭത്തെ പരിഗണിച്ചുകൊണ്ട് എന്ത് ചെയ്യാം? നമുക്ക് അവിടെ ചെല്ലുകയും ആ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുകയും ഒക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമെ അള്ളാഹു പുകഴ്ത്തുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, ഇബ്രാഹിം നബിയെ പുകഴ്ത്താൻ കാരണമുണ്ട്. ആ കാരണം നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? കൊണ്ടുവരണം. രണ്ട്, അള്ളാഹു ആരെയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ അവരെ നമ്മളും എന്ത് ചെയ്യണം? ഇഷ്ടപ്പെടണം എന്നതാണ്. അള്ളാഹു ആരെ ഇഷ്ടപ്പെടുന്നോ അവരെ നമ്മളും ഇഷ്ടപ്പെടണം. തൗഹീദുള്ള എല്ലാ ആളുകളെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നു. നമ്മൾ എന്ത് ചെയ്യണം? ഇഷ്ടപ്പെടണം. തൗഹീദ് ഉണ്ടോ അവരിഷ്ടപ്പെടണം. സലഫിയത്തിന്റെ മാർഗത്തിലാണോ അവർ മുന്നോട്ട് പോകുന്നത്? ഇഷ്ടപ്പെടണം. പിന്നെ വെറുപ്പുണ്ടാകും. എപ്പോ? എത്ര കണ്ട് ദീനിൽ നിന്ന് വിട്ടു നിൽക്കുന്നോ അതിനനുസരിച്ച് വെറുപ്പുണ്ടാവും. ഒരു തിന്മ ചെയ്യുന്ന വ്യക്തി തൗഹീദുണ്ട് എന്ന അതേ സമയത്ത് തിന്മ ചെയ്യാത്ത വ്യക്തി തൗഹീദുണ്ട്, നമുക്ക് ആരോടായിരിക്കും കൂടുതൽ സ്നേഹം? തിന്മ ചെയ്യാത്ത തൗഹീദുള്ള ആളുകളോടായിരിക്കും സ്നേഹം കൂടുതൽ. അപ്പൊ സ്നേഹവും വെറുപ്പുമെല്ലാം നമ്മൾ നമ്മുടെ ദേഹേച്ഛക്കനുസരിച്ചല്ല ക്രമീകരിക്കേണ്ടത്, ദീനിനനുസരിച്ചാണ്. ദീനിനനുസരിച്ചാണ് സ്നേഹവും കോപവും നമ്മൾ ക്രമീകരിക്കേണ്ടത്. ചില ആളുകൾ കോപം വെച്ച് പുലർത്തുന്നത് എന്നോട് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അവനോട് എന്ത് ചെയ്യുന്നു? കോപിക്കുന്നു എന്ന നിലക്കാണ്. അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടെന്നില്ല. ദീനിനോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ നമ്മൾ ദീനിനനുസരിച്ചിട്ട് അവനെ വെറുക്കേണ്ടി വരും. അതേ സമയത്ത് ദീനിനു വേണ്ടി നല്ലത് ചെയ്തിട്ടുണ്ടോ നമ്മൾ അവനെ സ്നേഹിക്കണം. അപ്പൊ എല്ലാം സ്നേഹവും വെറുപ്പും അത് ഈമാനിന്റെ ഭാഗമാണ്. അത് നമ്മൾ വെച്ച് പുലർത്തേണ്ടത് ദീനിനനുസരിച്ചാണ്. ഇവിടെ ഒരു പ്രത്യേകം ഉണർത്താനുള്ള ഒരു വിഷയമുള്ളത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉപ്പയുടെ പേരെന്താ? ആസർ എന്ന. ആസർ എന്ന ഇബ്രാഹിം നബിയുടെ പിതാവ് മരണപ്പെടുന്നത് കുഫറിലാണ്, അവിശ്വാസത്തിലൂടെയാണ് മരണപ്പെടുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു എന്ത് ചെയ്തത്? ഇസ്തിഗ്ഫാറിനെ തേടിയപ്പോ തേടാൻ പാടില്ല എന്ന് പറഞ്ഞത്. ഇസ്തിഗ്ഫാറിനെ തേടുന്നു, പാപമോചനത്തെ തേടുന്നു, തേടരുത് എന്ന് പറയുന്നു. അതേ സമയത്ത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാതാപിതാക്കൾ അവർ രണ്ടുപേരും ഇസ്ലാമിലാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്, റബ്ബി ഗുഫിർലി വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അപ്പൊ അവർ രണ്ട് മാതാപിതാക്കൾക്കും നീ പുറത്തു കൊടുക്കണേ എന്ന് പറയുന്നുണ്ട്. അള്ളാഹു അതിനെന്ത് ചെയ്യുന്നില്ല? എതിർത്തു പറയുന്നില്ല. അപ്പൊ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാതാപിതാക്കൾ രണ്ടാളുകളും ഇസ്ലാമിലൂടെ ആയിട്ടാണ് മരണപ്പെടുന്നത് എന്ന് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തതൊരു ഹദീസാണ്. ഈ ഹദീസാണ് ഈ ബാബുമായിട്ട് നമ്മൾ ഈ പറഞ്ഞ ഹിസാബില്ലാതെയും അദാബില്ലാതെയും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു പറഞ്ഞു. അതുമായി നേരിട്ട് ബന്ധമുള്ള ഹദീസാണ്. ഒരിക്കൽ ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന താബിഈ പണ്ഡിതൻ, അദ്ദേഹം മരണപ്പെടുന്നത് ഹിജ്റ 130-ലാണ്. അദ്ദേഹം സഈദ് ഇബ്നു ജുബൈർ റഹിമഹുല്ലയുമായി ഇരിക്കുകയാണ്. സഈദ് ഇബ്നു ജുബൈർ ആകട്ടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. ഹജ്ജാജ് ഇബ്നു യൂസുഫ് ഹിജ്റ 95-ന് അദ്ദേഹത്തെ വധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ സഈദ് ഇബ്നു ജുബൈറിന്റെ അടുക്കൽ ഇരിക്കുന്നു. സഈദ് ഇബ്നു ജുബൈർ ഈ പറയുന്ന ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാനിനോട് ഒരു ചോദ്യം ചോദിക്കാം. അയ്യുക്കും റആ അൽ കൗകബല്ലദി ഇൻഖദ്ദൽ ബാരിഹ. ഇന്നലെ രാത്രി ഒരു നക്ഷത്രം വീണിട്ടുണ്ട്, അതാരാണ് കണ്ടത് എന്ന് ചോദിക്കാം. ഇന്നലെ രാത്രി ഒരു നക്ഷത്രം വീണിട്ടുണ്ട്, അതാരാണ് കണ്ടത് എന്ന് ചോദിക്കാം. അപ്പൊ ഈ ചോദ്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സലഫുകൾ, മുൻഗാമികളായ ആളുകൾ അള്ളാഹുവിന്റെ മഖ്ലൂഖാത്തുകൾ ശ്രദ്ധിക്കുന്ന, പ്രകൃതിയിലേക്ക് നോക്കും, എന്നിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കും, അതിനെക്കുറിച്ച് ആലോചിക്കും, അതിന്റെ വ്യാപ്തിയെക്കുറിച്ച് പഠിക്കും. അങ്ങനെ എന്ത് ചെയ്യും? അള്ളാഹുവിന്റെ മഹത്വം ബോധ്യപ്പെടും എന്ന്. എന്നാൽ ഇന്നത്തെ ആളുകൾ അതിൽ നിന്ന് വളരെ പിന്നോട്ടാണ്.
അങ്ങനെ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിലേക്ക് നോക്കുകയോ അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കുകയോ ചെയ്യാറില്ല. അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കി തരുന്നതാണെന്ത്? എല്ലാ സൃഷ്ടികളും. നമ്മൾ കാണുന്നതെല്ലാം അള്ളാഹുവിന്റെ മഹത്വത്തെ വിളിച്ചോതുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു നോട്ടം എന്ത് ചെയ്യണം? നമ്മൾ നോക്കണം എന്നുള്ളത് ഈ സംഭവം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. രാത്രിയിലൊക്കെ പ്രത്യേകിച്ചും സഹാബാക്കൾ പറയുന്നുണ്ട്. സഹാബാക്കൾ റസൂലിനെ വിവരിക്കുന്ന സമയത്ത് എങ്ങനെ വിവരിച്ചത്? റസൂല് ചന്ദ്രനെ പോലെയാണെന്ന്, ചന്ദ്രനെ പോലെ തിളങ്ങുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറയുന്നുണ്ട്. എന്നാൽ നമ്മളോട് ഒരാൾ ചോദിക്കാണ്, ചന്ദ്രൻ അതിന് മാത്രം തിളക്കുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മളെന്താ പറയാ? നമുക്ക് ചന്ദ്രൻ അത്ര ഒരു തിളങ്ങുന്നതായി നമുക്ക് കാണാൻ പറ്റുന്നില്ല പലപ്പോഴും. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം എന്നൊക്കെ പറയുന്നത് ഇപ്പോഴുള്ള പോലത്തെ ലൈറ്റിംഗ് സിസ്റ്റമോ ഒന്നൊന്നില്ല. അന്ന് രാത്രികളിലില്ല. രാത്രി മുഴുവനും ഇരുട്ടായിരിക്കും, പ്രത്യേകിച്ചും ഗ്രാമപ്രദേശമായി കഴിഞ്ഞാൽ. സ്വാഭാവികമായും ആ സന്ദർഭത്തിൽ ചന്ദ്രനെ കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതീവ ഭംഗിയായിരിക്കും, ഭയങ്കര ഭംഗിയായിരിക്കും. അതാണ് എന്തു പറഞ്ഞത്? റസൂലിനെ കാണുന്ന സമയത്ത് അത് ചന്ദ്രനോട് തുല്യമാണ് എന്ന് പറയാൻ കാരണം. അതേസമയത്ത് ആകാശത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു വെളിച്ചവുമില്ലാത്ത സന്ദർഭത്തിൽ ആകാശത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നക്ഷത്രങ്ങളും മറ്റൊക്കെ കാണുമ്പോൾ നമുക്ക് അള്ളാഹുവിന്റെ മഹത്വം ബോധ്യപ്പെടും. അതിന് നല്ല ഭംഗിയുണ്ട്. അപ്പൊ സഈദ് ഇബ്നു ജുബൈർ റഹിമഹുല്ല പറയുന്നത് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിലേക്ക് നിങ്ങൾ നോക്കണം. അങ്ങനെ ഇന്നലെ രാത്രി ഒരു നക്ഷത്രം വീണിട്ടുണ്ട്, അതാരാണ് കണ്ടത് എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാൻ റഹിമഹുല്ല അദ്ദേഹം പറയാണ്, ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയാം. അദ്ദേഹം പറഞ്ഞു, ഞാൻ കണ്ടിട്ടുണ്ട്, ഇത് രാത്രിയാണ് സംഭവം. ഇതിനുശേഷം അദ്ദേഹം പറയുന്നത് വളരെ പ്രസക്തമായ ഭാഗം, എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. അദ്ദേഹം പറയുന്നത് അമ്മാ ഇന്നി ലം അകുൻ ഫീ സ്വലാത്തിൻ. ആരെങ്കിലും ഉറങ്ങുന്നുണ്ടെങ്കിൽ ഒന്ന് തൊട്ടടുത്താളൊന്ന് വിളിച്ചാല് നല്ലതായിരിക്കും. അപ്പോ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം രാത്രി ഞാനത് കണ്ടിട്ടുണ്ട്, ആ വീഴുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ നിസ്കാരത്തിലൊന്നല്ല എന്ന് പറഞ്ഞു. ഞാൻ രാത്രി നിസ്കരിക്കൊന്നായിരുന്നില്ല, പക്ഷെ ഞാനത് എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അത് അങ്ങനെ എടുത്തു പറഞ്ഞത്? അതായത് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് എന്ത് ചെയ്യണ്ട, നിങ്ങൾ വിചാരിക്കണ്ട. ഞാൻ രാത്രി എഴുന്നേറ്റത് ഇങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റപ്പോ കണ്ടതാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട എന്ന് പറഞ്ഞു കൊടുക്കുക. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് ഈ കാലഘട്ടത്തിൽ പല ആളുകളും ആഗ്രഹിക്കുന്നത് നേരെ തിരിച്ചാണ്. ഒന്നും ചെയ്യാതെ തന്നെ എന്നെ ആളുകൾ എന്ത് ചെയ്യണം? പുകഴ്ത്തണം എന്ന് ആഗ്രഹിക്കുന്ന കാലഘട്ടം. എന്നാൽ അതേ സമയത്ത് അദ്ദേഹം പറയുന്നതോ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പോലും ഉണ്ടാകരുത് എന്നാണ്. എന്നാൽ ചില ആളുകൾ എന്ത് പറയും? ഞാൻ ഇന്നലെ രാത്രി ഇന്നലെ ഉറങ്ങിയിട്ട് തന്നെ ഇല്ല എന്നൊക്കെ പറയും. വർത്താനം കേട്ടാ തോന്നും ഫുള്ള് നിസ്കരിച്ചതാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷെ അങ്ങനെയാണോ? അല്ല, നിസ്കരിച്ചിട്ട് തന്നെ ഉണ്ടാകൂല. അപ്പൊ താബീങ്ങൾ അതിൽ ശ്രദ്ധ പുലർത്താണ്. നിങ്ങൾ എന്ത് ചെയ്യണ്ട, അങ്ങനെ വിചാരിക്കണ്ട, എന്നെ കുറിച്ച് അങ്ങനെ വിചാരിക്കണ്ട എന്ന് പറയാം. അവിടെയാണ് മുനാഫിഖീങ്ങളുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. അവരെന്ത് ചെയ്യും? അവർ ചെയ്യാത്ത കാര്യങ്ങൾക്ക് പുകഴ്ത്തപ്പെടാൻ അവർ ആഗ്രഹിക്കുന്ന, ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ലാത്ത വിഷയം, ചെയ്തു തന്നെ കൂട്ടുക. ചെയ്ത വിഷയത്തിനും നമ്മളൊരു പുകഴ്ത്തൽ അത് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? ഇല്ല. ഇതിനർത്ഥം നമ്മൾ ഒരാളെയും പുകഴ്ത്തരുത് എന്നല്ല. എന്തെങ്കിലും നല്ലത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പുകഴ്ത്തന്നെ വേണം. പ്രത്യേകിച്ചും ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അവരെന്തെങ്കിലും നല്ലത് ചെയ്ത് നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ മാറി നിന്ന് അല്ലെങ്കിൽ മുഖം തിരിക്കുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് എന്തെങ്കിലും ഒരു നല്ല വാക്ക് പറഞ്ഞു കൊടുക്കണം. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അൽ കലിമത്തു ത്വയ്യിബത്തു സ്വദഖ, നല്ല സംസാരവും സ്വദഖയാണ് എന്നാണ്. ബദറിൽ സഅദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, റസൂലേ, കടലിലേക്ക് ഊളിയിടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എന്തുണ്ട്? നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങൾ യുദ്ധത്തിന് പുറപ്പെട്ടു കൊള്ളുക എന്ന് പറയുന്നുണ്ട്. റസൂൽ ആ സമയത്ത് വല്ലാതെ സന്തോഷിക്കുന്നുണ്ട്. കാരണം സഹാബാക്കൾ ഒന്നടങ്കം ആ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങിയെന്ന്. ആ സമയത്താണ് റസൂൽ പറയുന്നത് നല്ല വാക്കുകളും സ്വദഖയാണ് എന്നാണ്. ചിലപ്പോൾ നമുക്ക് സ്വദഖ കൊടുക്കാൻ സാധിച്ചോളണമെന്നില്ല, പക്ഷെ നല്ലത് പറയാൻ സാധിക്കും. അപ്പൊ പുകഴ്ത്തണം. എന്നാ പുകഴ്ത്തപ്പെടുന്നവൻ എന്ത് വിചാരിക്കരുത്? ഞാൻ തന്നെയാണ് എല്ലാം എന്ന് വിചാരിക്കരുത് എന്നാണ്. ആ പുകഴ്ത്തലിൽ അശ്രദ്ധനായി പോകുന്ന, ആ പുകഴ്ത്തലിൽ വീണു പോകുന്ന അവസ്ഥ ഉണ്ടാകരുത്.
തൗഹീദുള്ള വ്യക്തിയുടെ ശ്രേഷ്ഠത ഓനെ പുകഴ്ത്തിയാലും മികഴ്ത്തിയാലും കണക്കാണ്. കാരണം ഓനൊക്കെ പ്രതീക്ഷിക്കുന്നത് ആരിൽ നിന്നാണ്? റബ്ബിൽ നിന്നാണ്. ചില ആളുകളെ എന്തെങ്കിലും ഒരു തെറ്റ് നമ്മൾ സൂചിപ്പിച്ചു, ഇന്നത് ചെയ്തത് ശരിയായില്ല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പറയും, ഞാൻ നിർത്തി, ഞാൻ ഇതോടുകൂടി നിർത്തി, ഇനി ഞാനൊരു പണിക്കില്ല, നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക അത് നിങ്ങൾ ചെയ്തോളി, ഇത്രത്തോളം ഞാനല്ല ഇതൊക്കെ നോക്കിയതെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഒക്കെ വിട്ടുപോകുന്ന അവസ്ഥ ഉണ്ടാകും. ആർക്കാ നഷ്ടം? നഷ്ടം ആ പറയുന്ന വ്യക്തിക്ക് തന്നെയാണ്. അതുകൊണ്ട് ആര് പുകഴ്ത്തിയാലും മികഴ്ത്തിയാലും നമ്മൾ ചെയ്തത് റബ്ബിന് വേണ്ടിയിട്ടാണോ അതവിടെ ഉണ്ടാകും. ഒരു എകഴ്ത്തിയാലും എന്ത് ചെയ്യാ, അതിലെന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ നമ്മൾ സ്വീകരിക്കുക, ഉൾക്കൊള്ളുക. അതുകൊണ്ട് സൃഷ്ടികളല്ല നമ്മുടെ സ്ഥാനം നിർണയിക്കുന്നത്. നമ്മുടെ സ്ഥാനം നിർണയിക്കുന്നത് ആരാ? അല്ലാഹുവാണ്. സൃഷ്ടികൾക്ക് നമ്മുടെ സ്ഥാനം നിർണയിക്കുന്നതിൽ യാതൊരു സ്ഥാനമില്ല. അതുകൊണ്ട് എന്തും പറയട്ടെ പറയാതിരിക്കട്ടെ, റബ്ബിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നല്ല സമാധാനം ജീവിതത്തിൽ ഉണ്ടാകുമെന്നാണ്. അതുകൊണ്ട് അങ്ങേയറ്റത്തെ ഇഖ്ലാസ് ഉണ്ടാകണം. നമ്മൾ എന്തൊരു പ്രവർത്തനം ചെയ്യുമ്പോൾ അത് ആളുകൾ കാണണമെന്ന് ആഗ്രഹിക്കരുത്. ഇനി ചെയ്യാത്തൊരു പ്രവർത്തനത്തിന് ആളുകൾ പുകഴ്ത്തണമെന്നും നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല എന്നാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ എന്തല്ല, ഞാൻ നിസ്കാരത്തിലല്ല എന്നെടുത്തു പറഞ്ഞത് എന്നാണ്. എന്നാൽ അതേ സമയത്ത് നിസ്കാരത്തിലാണെങ്കിൽ അദ്ദേഹം നിസ്കാരത്തിൽ ആണ് എന്ന് പറയുമോ? ഇല്ല, ഒരിക്കലുമില്ല. താബിഈങ്ങൾ നന്മകൾ മറച്ചു വെക്കുന്ന ആളുകളായിരുന്നു. കഴിഞ്ഞുപോയ എല്ലാ മുൻഗാമികളും അവർ നന്മകൾ എന്ത് ചെയ്യൂല? എടുത്തു പറയില്ല. നന്മകൾ പൂർണ്ണമായും മറച്ചു വെക്കും. ഏതുപോലെ? തിന്മകൾ മറച്ചു വെക്കുന്നത് പോലെ നന്മ മറച്ചു വെക്കുന്ന. അതാണ് സൈനുൽ ആബിദീൻ റഹിമഹുല്ലാ എന്ന പ്രശസ്തനായ പണ്ഡിതനും നല്ല ഇഹ്സാനുള്ള സ്വഭാവമുള്ള താബിഈ പണ്ഡിതനാണ്. അദ്ദേഹം മരണപ്പെട്ടപ്പോഴാണ് അദ്ദേഹത്തിന്റെ മുതുകിൽ ഒരു പാട് കണ്ടു. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അന്ന് നാട്ടിൽ ജീവിച്ചിരിക്കുന്ന ദരിദ്രന്മാരായ ആളുകൾക്ക് രാത്രി എന്ത് ചെയ്യും? അവരുടെ വീടിന്റെ പുറത്തേക്ക് അവർക്ക് വേണ്ട ഭക്ഷണം എത്തുന്ന. അദ്ദേഹം മരണപ്പെട്ടപ്പോഴാണ് തിരിച്ചറിഞ്ഞത് ഇത് അദ്ദേഹമായിരുന്നു എല്ലാ വീടുകളിലേക്കും എത്തിച്ചത്. കാരണം 2 ചുമലിൽ എന്തുണ്ട്? അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് ഈ സംഭവം രേഖപ്പെടുത്തപ്പെടുന്നത്. അത്രയും ആഗ്രഹിക്കാണ്, ആരും അറിയണ്ട ഞാനാണ് ചെയ്തത് എന്ന്. പള്ളിയിലൊരു പരിപാടി നടക്കുകയാണെന്ന് വിചാരിക്കാം. എപ്പോഴും ആ പരിപാടി സെറ്റ് ചെയ്യാൻ ഒരാൾ വരും. എന്നാൽ ഒരു ദിവസം ഒരാൾ വിചാരിക്കാം, ഇന്ന് ഞാൻ സെറ്റ് ചെയ്യും, ഒരാളും അറിയില്ല. എന്നൽക്ക് സെറ്റ് ചെയ്തു പോകുന്നു, ആരും അറിയുന്നില്ല. വല്ലാത്ത പ്രതിഫലമായിരിക്കും രേഖപ്പെടുത്തപ്പെടുക. അത് മാത്രല്ല, നിങ്ങൾ അങ്ങനെ ഒന്ന് പരീക്ഷിച്ചു നോക്ക്. ചില നന്മകൾ അത് ആരും അറിയാതെ ചെയ്യാൻ പരിശ്രമിച്ചു നോക്കും. ആ സന്ദർഭത്തിൽ മനസ്സെന്ത് ചെയ്യും? ചിലപ്പോൾ ഇങ്ങനെ പറയും, ഇത് ഞാനാണ് ചെയ്തത് എന്ന് എന്ത് ചെയ്യണം? ആളുകൾ അറിയണം എന്ന് മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ഇഖ്ലാസ് ഭയങ്കര പ്രയാസാണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പല നന്മകളും അങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. നമ്മുടെ മനസ്സ് സലീമായ മനസ്സാണ്. പല നന്മകളും നമ്മൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കണം, ആരും അറിയാതെ. എന്നാൽ അവിടെ സംഭവം നടന്നിട്ടുണ്ടാവും, ആരാണ് ചെയ്തത് എന്ന് അറിഞ്ഞിട്ടുണ്ടാകൂല. പ്രത്യേകിച്ചും പള്ളിക്ക് എന്തെങ്കിലും സ്വതക്ക കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് എങ്കിൽ, ഈ അടുത്തൊരു പള്ളിയിൽ ചെന്നപ്പോൾ ആ പള്ളിയിൽ നല്ലൊരു ക്ലാസ് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന നല്ലൊരു മേശ അവിടെ ഉണ്ട്. അപ്പൊ ചോദിച്ചപ്പോ പറഞ്ഞത് ഏതോ ഒരാൾ വെച്ച് പോയതാണ്, ആരാണെന്ന് അറിയില്ല. അത് ഉപയോഗിക്കുന്നത് വർഷങ്ങളായി. അപ്പൊ അവരോട് ചോദിച്ചപ്പോ ആരാ വാങ്ങിയതെന്ന് അവർക്കും അറിയില്ല, ഇതിന്റെ റേറ്റ് എത്ര എന്നറിയില്ല. ആരോ ഒരാൾ കൊണ്ടുവച്ചു, ആരാണെന്ന് അറിയില്ല. അദ്ദേഹത്തിന് മരിക്കോളം ചെയ്യും ആ പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് അങ്ങനെ ചിലത് നമുക്ക് രഹസ്യമാക്കി വെച്ച് നാളെ അള്ളാന്റെ അടുക്കൽ പരസ്യപ്പെടുത്താൻ പറ്റുന്ന നന്മകൾ നമ്മൾ ബാക്കി വെക്കണം. അങ്ങനെയുള്ള നന്മകളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകരിക്കുക. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഞാൻ എന്തിനു വേണ്ടിയാണ് രാത്രി എഴുന്നേറ്റത് എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം പറയുന്നത്, എനിക്കൊരു തേള് കടി ഏറ്റിട്ടുണ്ട്, ആ തേള് കടിച്ചിട്ടാണ് ഞാൻ എഴുന്നേറ്റത്. അപ്പൊ ഉടനെ ചോദിച്ചു, ഫമാ സനഅത, തേള് കടിച്ചാൽ എന്താ നീ ചെയ്തത്? ആ ചോദ്യത്തിലും നമുക്കൊരു ഇബറത്തുണ്ട്, നമുക്കൊരു പാടുണ്ട്. അതായത് ഒരാളുടെ പ്രശ്നം പറയുമ്പോൾ നമ്മളത് കേട്ടിരിക്കണം. അതുമാത്രമല്ല, എന്താ ചെയ്തത്, എന്തെങ്കിലും പ്രയാസം ഉണ്ടായിരുന്നോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ എന്ന് നമ്മൾ ചോദിക്കണം. ചിലപ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ആ തേളാണോ കടിച്ചത്, അതെന്തായാലും എല്ലാവർക്കും കടിക്കുന്നല്ലേ എന്ന നിലക്ക് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഒരാളുടെ പ്രശ്നത്തെ
യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കൂല. അതായത് എല്ലാ ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ടാകും, പക്ഷെ ആ ബുദ്ധിമുട്ടിന്റെ ആഴം മനസ്സിലാക്കാൻ സാധിക്കുക അവരവർക്കേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ അതേ ബുദ്ധിമുട്ട് എന്ത് ചെയ്യണം, നമ്മൾ അനുഭവിക്കണം. അപ്പൊ അതുകൊണ്ട് ആരുടെ ബുദ്ധിമുട്ടും അത് നമ്മൾ യഥാർത്ഥ രൂപത്തിൽ കേൾക്കുകയും നമുക്കത് ചെവി കൊടുത്ത് അവര് എങ്ങനെയാണോ അനുഭവിക്കുന്നത് ആ പ്രയാസം അതുപോലെ നമ്മൾ അനുഭവിച്ചിട്ട് എന്ത് ചെയ്യണം, ചോദിക്കണം. കാരണം ഒരു മുഅ്മിനിന്റെ പ്രയാസം എന്നുള്ളത് നമ്മുടെയും പ്രയാസം. അതുകൊണ്ടാണ് ചോദിക്കുന്നത് ഫമാ സനഅത, നിങ്ങൾ എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഇർതഖൈതു, ഞാൻ റുഖിയ ചെയ്യാൻ ആരെയെങ്കിലും കിട്ടുമോ എന്ന് ഞാൻ അന്വേഷിച്ചു. റുഖിയ ചെയ്യാൻ ആരെയെങ്കിലും കിട്ടോ, മന്ത്രിക്കാൻ ആരെയെങ്കിലും കിട്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു പോയി. അപ്പൊ മന്ത്രിക്കുക എന്നത് അനുവദിക്കപ്പെട്ട വിഷയമാണ്. അർറുഖിയതു അശ്ശറഇയ്യ, ശർഈയായ റുഖിയ. മന്ത്രിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ നാസ് അതൊക്കെ ഓതുന്നു, നമ്മൾ തന്നെ തടവുന്നു. അതാണ് മന്ത്രം എന്ന് പറഞ്ഞത്. അതല്ലാതെ മന്ത്രിക്കുക എന്ന് പറയുമ്പോൾ ചില ആളുകളുടെ മനസ്സിലേക്ക് പൂജിക്കുന്ന രൂപത്തിലുള്ള ചിത്രങ്ങളൊക്കെ വരും. അതല്ല ഇവിടെ ഉദ്ദേശം. അപ്പൊ അദ്ദേഹം പറയാണ്, ഞാൻ റുഖിയ ചെയ്യാൻ ആരെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിച്ചു. എനിക്ക് ഓതിത്തരാൻ വേണ്ടിയിട്ട് ആരെങ്കിലും കിട്ടുമോ എന്ന്. അപ്പൊ സലഫികൾക്ക് എന്തുണ്ട്, മന്ത്രമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശർഈയായ നബി പഠിപ്പിച്ച മന്ത്രം സലഫികൾ അംഗീകരിക്കുന്നുണ്ട്, അത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, അത് സലഫികൾ സ്വന്തത്തിന് ചെയ്യാറുമുണ്ട്. എന്നാൽ അതേ സമയത്ത് എന്തില്ല, ഇവിടെ സമസ്തക്കാര് പഠിപ്പിക്കുന്നത് പോലെ എന്താണോ പറയുന്നത് അതുപോലും തിരിയാത്ത രൂപത്തിലുള്ള മന്ത്രങ്ങൾ, ഷിർക്കിയായ മന്ത്രങ്ങൾ, അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല തൗഹീദിൽ നിന്ന് തന്നെ ഒരു മനുഷ്യൻ എന്ത് ചെയ്യും, അത് പുറത്താക്കി കളയും. തൗഹീദിൽ നിന്ന് ഒരു മനുഷ്യനെ പുറത്താക്കുക എന്ന് പറയുമ്പോൾ ഇസ്ലാമിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, പുറത്താക്കപ്പെടുന്നത് എന്ന്. അതുകൊണ്ട് അനുവദിക്കപ്പെട്ട മന്ത്രമുണ്ട്. അപ്പൊ എനിക്ക് ആരെങ്കിലും ഓതിത്തരാൻ കിട്ടുമോ? മന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റുഖിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽ ഖിറാഅത്തു അലൽ മരീദ്, രോഗിക്ക് എന്ത് ചെയ്യാ, ഓതിക്കൊടുക്കുക. അപ്പൊ എനിക്ക് ഓതിത്തരാൻ ആരെങ്കിലും കിട്ടുമോ എന്ന് ഞാൻ അന്വേഷിച്ചു. അപ്പൊ അടുത്ത ചോദ്യം സഈദ് ബിൻ ജുബൈർ റഹിമഹുള്ളയുടെ, ഫമാ ഹമലക അലാ ദാലിക, നിന്നോട് ആരാണ് പറഞ്ഞത് അങ്ങനെ മന്ത്രിക്കാൻ വേണ്ടി ഒരാളെ അന്വേഷിക്കാൻ നിനക്ക് എന്താണ് തെളിവ് എന്ന് ചോദിച്ചു. സലഫുകൾ അങ്ങനെയായിരുന്നു. ഫീ കുല്ലി ഖുത്വത്തിൻ വകുല്ലി ഹറകത്തിൻ വസകന, എല്ലാ അനക്കങ്ങളിലും ദീനിനെ കുറിച്ചാ ചോദിക്കുക. ഇങ്ങനെ ചെയ്തില്ലേ, അതിന് ദീനിന് എന്താ തെളിവ്, ദീനിൽ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിക്കാറുണ്ടായിരുന്നു. സലഫുകൾ പറയാറുണ്ട്, ഇനിസ്തതഅത അല്ലാ തഹുക്ക റഅസക ഇല്ലാ ബിഅസരിൻ ഫഫഅൽ. കുറച്ചും കൂടി കടന്നിട്ട് പറയാം, നീ തല ചൊറിയാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ പോലും അതിനും എന്തെങ്കിലും ദീനിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് എന്ത് ചെയ്താൽ മതി, തല ചൊറിഞ്ഞാൽ മതി എന്നാണ്. അതിനർത്ഥം തല ചൊറിയണ്ട എന്നല്ല, മറിച്ച് എന്ത് ചെയ്യുമ്പോഴും എന്ത് ചെയ്യണം, ദീനിൽ എന്തെങ്കിലും നിയമങ്ങൾ വന്നിട്ടുണ്ടോ, ദീനിൽ എന്തെങ്കിലും ഈ വിഷയത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. നിസ്കാരം കഴിഞ്ഞാൽ, ഞാൻ അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞുതരാം, ദീന് എത്ര കണ്ട് പല വിഷയങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ തന്നെ ആളുകൾ എന്ത് ചെയ്യും, ഇരുത്തം മാറ്റും. ഉടനെ തന്നെ നിസ്കാരം കഴിഞ്ഞ് ഇരുത്തം മാറ്റും. ശരിക്കും ഇരുത്തം മാറ്റേണ്ടത് എപ്പോഴാണ്? ഇസ്തിഗ്ഫാറും കഴിഞ്ഞ് അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം എന്ന് പറയുന്നത് വരെ അതേ ഇരുത്താണ് ഇരിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഇരുത്തത്തിൽ മാറ്റം വരുത്തേണ്ടത്. അത് പഠിപ്പിക്കപ്പെട്ട വിഷയമാണ്. അപ്പൊ അങ്ങനെ ഓരോ വിഷയത്തിലും ആളുകൾ എന്തെങ്കിലും ചെയ്യുന്നത് കാണുമ്പോൾ ദീനിൽ എന്തെങ്കിലും ഉണ്ടോ, ദീനിൽ ഇതിലെന്താണ് അഭിപ്രായം എന്ന എല്ലാ വിഷയത്തിലും സലഫുകൾ അങ്ങനെ പരിശോധിക്കാറുണ്ടായിരുന്നു. എല്ലാ വിഷയത്തിലും, രാഷ്ട്രീയ മേഖലയാകട്ടെ സാമൂഹിക മേഖലയാകട്ടെ, ദീനിനെല്ലാത്തിലും അവിടെ കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് മനസ്സിലാക്കുവാനും പഠിക്കുവാനും നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പൊ എന്നിട്ട് പറഞ്ഞു കൊടുക്കാൻ, തെളിവ് പറഞ്ഞു കൊടുക്കാൻ, ഖുൽതു ഹദീസുൻ ഹദ്ദസനാഹു ശഅബി ഖാല വമാ ഹദ്ദസകും, ഒരു ഹദീസ് ഉണ്ട്, എനിക്ക് ശഅബി പറഞ്ഞു തന്ന ഹദീസാണ്, ആ ഹദീസ് ആണ് ഞാൻ പ്രാവർത്തികമാക്കിയത് എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, ഏതാണ് ആ ഹദീസ്? ആ ഹദീസ് പറഞ്ഞു കൊടുക്കാണ്. ഹദ്ദസനാ അൻ ബുറൈദത ബിനൽ ഹുസൈബ് അന്നഹു ഖാല ലാ റുഖിയത ഇല്ലാ മിൻ ഐനിൻ ഔ ഹുമ, രണ്ട് കാര്യങ്ങൾക്കല്ലാതെ റുഖിയ ഇല്ല. ഒന്നാമത്തേത് കണ്ണേറിന് റുഖിയുണ്ട്. ഹുമത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷജന്തുക്കൾ, അതിന്റെ വിഷം കയറിക്കഴിഞ്ഞാൽ അതിനും എന്തുണ്ട്, റുഖിയ ചെയ്യാമെന്ന്. അതായത് ഈ രണ്ട് കാര്യങ്ങൾക്ക് റുഖിയ ഭയങ്കര ഫലപ്രദമാണെന്ന്.
ഈ രണ്ട് കാര്യങ്ങൾക്കാണ് ഏറ്റവും ഫലപ്രദമായത് എന്ന് പറയുകയാണ്. ഒന്ന്, കണ്ണേറു ബാധിച്ചു കഴിഞ്ഞാൽ. രണ്ട്, ഏതെങ്കിലും ഒരു ജീവിയുടെ, വിഷമുള്ള ജീവിയുടെ ആ വിഷം ഏൽക്കുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ ആ സമയത്ത് സഈദ് ഇബ്നു ജുബൈർ പറഞ്ഞു, ഖദ് അഹ്സന മൻ ഇൻതഹാ ഇലാ മാ സമിഅ. തെളിവ് പറഞ്ഞു. അതുകൊണ്ട് താങ്കൾ എന്ത് ചെയ്തു? രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയാണ് ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് സഈദ് ഇബ്നു ജുബൈർ പറയാം, അദ്ദേഹം റുഖ്യ ആവശ്യപ്പെടാണല്ലോ ചെയ്തത്. മറ്റൊരാള് എനിക്ക് ഓതാൻ ലഭിക്കുമോ എന്ന് ആവശ്യപ്പെട്ടതാ. ആ സമയത്ത് പറയണം, അതിനേക്കാളും നല്ല ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാൻ. വലാകിൻ ഹദ്ദസനാ ഇബ്നു അബ്ബാസ്, നിങ്ങൾ ചെയ്തത് തെറ്റെന്നല്ല പറയുന്നത്, പക്ഷെ അതിനേക്കാളും നല്ലത് എന്താണ് എന്ന് സഈദ് ഇബ്നു ജുബൈർ പറഞ്ഞു കൊടുക്കാൻ. ഒരാളെ തേടിപ്പോയി, ഒരാൾ താങ്കൾക്ക് ഖുർആൻ ഓതി തരുന്നതിനേക്കാളും നല്ലതായ ചില കാര്യങ്ങളുണ്ട്, അതെന്ത് എന്ന് വിശദീകരിക്കുന്നു. അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഉരിലത അലയ്യൽ ഉമം, എനിക്ക് ചില സമൂഹത്തെ കാണിക്കപ്പെട്ടു. ഫറഅയ്തു നബിയ, ഞാൻ ആ സമൂഹത്തിൽ ഒരു നബിയെ കണ്ടു. വമഅഹു റഹ്തു, ആ നബിയുടെ കൂടെ കുറച്ച് ആളുകളുണ്ട്. വന്നബിയു, എന്ന മറ്റൊരു പ്രവാചകൻ. വമഅഹു അർറജുലു വറജുലാൻ, ഒരാളോ രണ്ടാളോ മാത്രമാണുള്ളത്. അതായത് ഓരോ സമൂഹത്തെയും കാണിച്ചു കൊടുക്കാൻ, കഴിഞ്ഞു പോയ ഓരോ പ്രവാചകന്മാരെയും കാണിച്ചു കൊടുക്കാൻ. അപ്പൊ ഒരു പ്രവാചകൻ, ഒരുപാട് സമൂഹം. ഒരു പ്രവാചകൻ, ആ പ്രവാചകന്റെ കൂടെ ഒന്നോ രണ്ടോ ആളുകൾ മാത്രമാണ് അവരുടെ ദഅവത്ത് സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ്, ആ നബിയുടെ ദഅവത്ത്. മൂന്നാമതായി ഹദീസിൽ പറയുന്നത്, വന്നബിയു വലൈസ മഅഹു അഹദുൻ, ഒരു പ്രവാചകനുണ്ട്, കൂടെ എന്തില്ല, ഒരാളില്ല. അങ്ങനെയുള്ള പ്രവാചകനെയും കാണിക്കപ്പെട്ടു. ഇത് വിശദീകരിക്കുന്നിടത്ത് ഷെയ്ഖ് സാലിഹ് സിന്ദി ഹഫളഹുല്ലാഹ് പറയുന്നത്, അന്ന അല ദുആതി ഇലല്ലാഹി അസ്സ വജല്ല അല്ലാ യഗ്തറൂ ബിൽ കസ്റ, ഒരുപാട് ആളുകൾ ഉണ്ട് എന്നത് എന്തല്ല, സത്യത്തിന്റെ അടയാളമല്ല. ഒരുപാട് ആളുകളെ കണ്ടുകൊണ്ട് നമ്മൾ കണ്ണഞ്ചി പോകരുത്, അതിൽ വഞ്ചിതനായി പോകരുത് എന്ന് പറയാം. എന്നിട്ട് അദ്ദേഹം കുറച്ച് നസീഹത്തുകൾ നൽകാൻ. ലാ യംബഗി അല ദുആതി വതുല്ലാബിൽ ഇൽമി അൻ യഹ്തമു ബിശഅനിൽ അദദി വൽ ജമാഹിർ ഫലാ യൽതഫിതു ഇലൈഹാ വലാ യഅമലു മിൻ അജ്ലിഹാ, പ്രബോധകന്മാരും മതവിദ്യാർത്ഥികളും ആളുകളുടെ എണ്ണത്തിലേക്ക് നോക്കരുത്, അതിലേക്ക് അവരുടെ കണ്ണുകളെ പായിപ്പിക്കരുത്, അതിനുവേണ്ടി ആളുകൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകരുത്. എന്നിട്ട് അദ്ദേഹം ഉദാഹരണം പറയാം. ചില പ്രബോധകന്മാര് പറയുന്നതിന്റെ ഉദാഹരണം, വല്ലാഹി ഇദാ ഹളറന്നാസു ദഅഉതു, ജനങ്ങൾ വന്നാൽ ഞാൻ എന്ത് ചെയ്യും, കുറച്ചൊക്കെ ആളുകൾ വരണം, എങ്കിലേ നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ. വഇദാ കാനൽ ഹാദിറൂന ഖലീൽ സകത്തു, ആളുകൾ കുറച്ചാണെങ്കിൽ അത് നമുക്ക് പറ്റൂല. ഹാദാ ലൈസ മിൻ ശഅനി ദുആത്തി സ്സാദിഖീൻ, സത്യസന്ധന്മാരായ പ്രബോധകന്മാരുടെ ശൈലിയല്ല ഇത്. അസ്സാദിഖു ഫീ ദഅവതി ഇലല്ലാഹ്, അല്ലാഹുവിലേക്കുള്ള പ്രബോധനത്തിൽ സത്യസന്ധനായ വ്യക്തി ഹമ്മുഹു അൻ യുഅദ്ദിയൽ വാജിബ്, അവന്റെ പ്രധാനമായ ലക്ഷ്യം വാജിബ് നിറവേറ്റുക. അവന്റെ മേൽ നിർബന്ധമായതാണെന്ത്, ആളുകൾക്ക് ദീനെത്തിച്ചു കൊടുക്കൽ, അത് നിറവേറ്റുക എന്നുള്ളതാണ്. വഅമ്മൻ നതായിജു ഫഅംറുഹാ ഇലല്ലാഹ്, റിസൾട്ടുകൾ ആരുടെ കയ്യിലാണ്, അത് അല്ലാഹുവിന്റെ കയ്യിലാണ്. റിസൾട്ടുകളിലേക്കല്ല നോക്കുക, ഓനിൽ അർപ്പിതമായ വാജിബിലേക്കാണ് നോക്കുക. വഅലയ്യ അൻ അസ്അ വലൈസ അലയ്യ ഇദ്റാകുൻ നജാഹ്, ഞാൻ പരിശ്രമിക്കും, ഞാൻ നല്ലോണം പരിശ്രമിക്കും, പക്ഷെ ആളുകൾ സ്വീകരിക്കണമോ വേണ്ടേ എന്നുള്ളത് ആരുടെ അടുക്കലാണ്, അത് അള്ളാഹിന്റെ അടുക്കലാണ് എന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് സലഫുകൾ വളരെയധികം ശ്രദ്ധിച്ച വിഷയമാണ് പ്രബോധനത്തിന്റെ വിഷയത്തിൽ. ആളുകൾ കൂടിക്കഴിഞ്ഞാൽ സലഫുകൾക്ക് വെറുപ്പുണ്ടായിരുന്നു എന്നാണ്. ആളുകൾ കൂടിക്കഴിഞ്ഞാൽ അവർ പേടിക്കുന്ന, കാരണം ആളുകളുടെ കൂട്ടത്തിൽ ചിലപ്പോൾ ആരും കൂടി വഞ്ചിക്കപ്പെടും, ഈ വ്യക്തിയും കൂടി വഞ്ചിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. ആളുകൾ കൂടിക്കഴിഞ്ഞാൽ സലഫുകൾ വളരെ കുറച്ച് ആളുകൾ ഉണ്ടെങ്കിൽ സന്തോഷിക്കുകയും ചെയ്യും, അതൊരു പ്രശ്നമായിട്ട് കാണൂല എന്നാണ്. എന്നാൽ നേരെ തിരിച്ചാണ്, സലഫും ഖലഫും തമ്മിൽ നേരെ തിരിച്ചാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത്. ഖലഫ് ആളുകൾ കൂടിക്കഴിഞ്ഞാൽ സന്തോഷിക്കും, ആളുകൾ കുറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ക്ലാസിന്റെ ഒരു ഗൗരവം എന്ത് ചെയ്യും, ഒരു ഗാംഭീര്യം ചിലപ്പോൾ കുറഞ്ഞു പോകും. അപ്പൊ കേൾക്കുന്ന ആളുകൾ തന്നെ പറയും, അന്ന് ആളുകൾ കുറഞ്ഞോണ്ടായിരിക്കും, ചിലപ്പോ അത്ര ഒരു ഇതുണ്ടായിട്ടില്ല എന്ന് പറയുന്ന. അങ്ങനെ വേണ്ടെന്നാണ്, അങ്ങനെ ഉണ്ടാകരുത് എന്നാണ്. ആളുകൾ കൂടട്ടെ കുറയട്ടെ, നമുക്ക് എന്താണ് വിഷയം, അത് രണ്ടാളാണ് മുമ്പിൽ ഇരിക്കുന്നതെങ്കിൽ ആ രണ്ടാൾക്ക് എന്ത് ചെയ്യണം, കിട്ടണം. താല്പര്യമുള്ള രണ്ടാളാണ് താല്പര്യമില്ലാത്ത 100 ആള് സദസ്സിലൊന്നും ഇരിക്കുന്നതിനേക്കാളും ഉത്തമം.
അപ്പൊ അതുകൊണ്ട് പ്രബോധകന്മാരുടെ ശ്രദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണത്തിലേക്കല്ല, അവരവരുടെ വാജിബ് നിറവേറ്റുന്നുണ്ടോ ഇല്ലേ എന്നതിലേക്കാണ് അവര് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഇനിയും ആ ഹദീസിന്റെ കുറച്ച് ബാക്കിയുണ്ട്. അത് പ്രധാനപ്പെട്ട വിഷയങ്ങളാട്ടോ. ഇനി വരുന്നത് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്, റുഖിയയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നമുക്ക് ഒരാളോട് റുഖിയ ചോദിക്കാൻ പറ്റോ ഇല്ലേ, എന്താണ് അതിന്റെ വിധി? ചില ചികിത്സാ രീതികൾ, പുതുതായി ഇപ്പോൾ കടന്നു വരുന്ന ചില ചികിത്സാ രീതികളുണ്ട്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചികിത്സാ രീതി, പ്രത്യേകിച്ചും ഷിർക്ക് പോലും കടന്നു വരുന്ന ചികിത്സാ രീതികൾ. അത്തരം ചികിത്സ നമ്മൾ എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഷിർക്കിലേക്ക് എത്തും. പക്ഷേ എന്തല്ല, ഷിർക്കിലേക്ക് എത്തും എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഖബറിന്റെ അടുക്കൽ പോയി പ്രാർത്ഥിക്കണം എന്നൊന്നുമില്ല. വലിയ ഷിർക്കിലേക്ക് തന്നെ നമ്മൾ എത്തിച്ചേരും. അത്തരം ആധുനികമായ ചില ചികിത്സാ രീതികളുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ വിശദീകരിക്കും. അതോടൊപ്പം തന്നെ തീ കൊണ്ട് ചികിത്സിക്കുന്ന ചികിത്സകൾ, ആ ചികിത്സയുടെ വിധി എന്താണ്? അത്തരം ചികിത്സകൾക്ക് നമുക്ക് പണം ചെലവഴിക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ ആ മേഖലയിൽ ഇടപെടുന്ന ഡോക്ടർമാർക്ക് അത്തരം ചികിത്സ നടത്താൻ പറ്റുമോ? അതേപോലെ തന്നെ തതയ്യുർ, ശകുനം നോക്കുക. എന്താണ് ശകുനം നോക്കുന്നതിന്റെ വിധി? ചില ആളുകൾ ശകുനം പറയലുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് വാക്കുകളുണ്ട് ശകുനവുമായി ബന്ധപ്പെട്ടുള്ള. അതിന്റെ അത്തരം വാക്കുകൾ എന്താണ്? യഥാർത്ഥ തവക്കുൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോ നമ്മൾ പറഞ്ഞു 70,000-ഓളം ആളുകൾ ഹിസാബില്ലാത്ത സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. അവർ ചില കാര്യങ്ങൾ ചെയ്യൂലാണ്. ആ ചെയ്യാത്ത കാര്യങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കുക ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് കഴിയുന്ന ആളുകളെല്ലാം അടുത്ത ക്ലാസ്സിൽ പങ്കെടുക്കാൻ വേണ്ടി പരിശ്രമിക്കണം. പ്രധാനപ്പെട്ട വിഷയങ്ങളായിരിക്കും നമ്മൾ സൂചിപ്പിക്കുക. അതോടൊപ്പം തന്നെ ഇതിനോട് ചേർത്ത് പറയാനുള്ളത്, തദാറുക്ക് എന്ന് പറയുന്ന ജാമിയ ഡിസ്റ്റൻസ് ആയി നടത്തുന്ന ഒരു പ്രോഗ്രാം ഈ പള്ളിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തദാറുക്ക് എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് ആളുകൾക്ക് ദീന് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പല തിരക്കിലും പെട്ട് ദീനിൽ പഠിക്കാൻ പറ്റിയില്ല. എന്നാൽ എത്ര പ്രായം കഴിഞ്ഞ ആളുകൾക്കും ദീന് പഠിക്കാനുള്ള ഒരു അവസരമാണ് തദാറുക്ക് എന്ന് പറയുന്നത്. ചില പ്രായം ചെന്ന ആളുകൾക്ക് ചോദിക്കും, നിങ്ങൾ ജാമ്യ പഠിക്കുന്ന പോലെ നമുക്കും ജാമ്യ പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ അവർക്കുള്ള ഉത്തരമാണ് ഈ കോഴ്സ് ജാമ്യയിൽ പഠിക്കാം എന്നുള്ളതാണ്. ഈ സിലബസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അനുസരിച്ച് ഈ കോഴ്സിൽ 2 വർഷം ഒരാൾ പഠിച്ചു കഴിഞ്ഞാൽ 3-ാമത്തെ വർഷം അവർക്ക് എവിടെ പോവാം? ജാമിഅ അൽ ഹിന്ദിലേക്ക് പോകാം എന്നുള്ളതാണ്. അങ്ങനെ പോകുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, പോകാം എന്നുള്ളതാണ് ഈ കോഴ്സിന്റെ പ്രത്യേകത. അപ്പോ നമുക്ക് എന്താണ് മതവിദ്യാർത്ഥികൾ, അവർ ഏത് രൂപത്തിലാണ് പഠിക്കുന്നത്, അവരുടെ പഠനത്തിന്റെ സിസ്റ്റം എങ്ങനെയാണ്? നല്ല സിലബസാണ്. സിലബസ് എന്ന് പറഞ്ഞാൽ നല്ല ഗഹനമായ സിലബസാണ്. എങ്ങനെയാണോ ജാമിയയിലൊക്കെ കുട്ടികൾ പഠിക്കുന്നത് അതേപോലെയുള്ള സിലബസാണ്. അത് വളരെ ഷോർട്ടാക്കിയിട്ടാണ് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കപ്പെടുക. 2 വർഷമാണ് കാലാവധി. ഓരോ 6 മാസം കൂടുമ്പോൾ എന്തുണ്ടാവും? സെമിസ്റ്റർ വൈസ് ആണ് കോഴ്സുകൾ നടക്കുക. 6 മാസം എന്ന നിലക്ക് 4 സെമിസ്റ്റർ ആയിട്ട് 2 വർഷം നീണ്ടു നിൽക്കുന്ന കോഴ്സാണ്. ആഴ്ചയിൽ ആകെ ഒരു ദിവസം ഉണ്ടാവുള്ളൂ. ആഴ്ചയിൽ ആകെ ഒരു ദിവസം, അതും ഒരു 3 മണിക്കൂർ, അത്രേ ഉള്ളൂ. ആഴ്ചയിൽ ഒരു 3 മണിക്കൂർ മാത്രം ചെലവഴിച്ചാൽ മതി. അറബി ഭാഷ, ഫിഖ്ഹ്, കർമ്മശാസ്ത്രം, അഖീദ, വിശ്വാസ പാഠങ്ങൾ എന്നീ മേഖലയാണ് പ്രധാനമായും ഊന്നി നിൽക്കുക. ഇത്തരം മേഖലകളാണ് ഈ പറയുന്ന കോഴ്സിലുള്ളത്. അപ്പൊ അതുകൊണ്ട് രജിസ്റ്റർ ചെയ്യേണ്ട ആളുകൾ, താല്പര്യമുള്ള ആളുകൾ പെട്ടെന്ന് എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യണം. ഒരുപാട് ആളുകളെ എടുക്കൂല, കുറച്ച് ആളുകളെ എടുക്കുള്ളൂ. കാരണം അത് കോഴ്സിന് എന്ത് ചെയ്യും? ബാധിക്കും. സ്ത്രീകൾക്കും എന്ത് ചെയ്യാം? സ്ത്രീകൾക്കും ഈ കോഴ്സിൽ പങ്കാളികളാകാം. അവർക്ക് അവരുടേതായ രൂപത്തിൽ ഇൻഷാ അല്ലാഹ് ക്ലാസ് വിശദീകരിക്കപ്പെടും. അപ്പോ അതുകൊണ്ട് ഇതിനെ നമ്മൾ ഒരു നല്ലൊരു അവസരമായി കാണണം എന്നുള്ളതാണ്. ഇനി നമുക്ക് പഠിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല, അതുകൊണ്ട് പിന്നെയാക്കാം, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്നൊന്നും ആലോചിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കൂല. അതേപോലെ തന്നെ ഒരുപാട് പിൻവലിപ്പിക്കൽ മനസ്സെന്ത് ചെയ്യും? നടത്തും. അതൊന്നും ഇപ്പൊ എനിക്കൊന്നും നടക്കൂല, എന്റെയൊക്കെ പ്രായം കഴിഞ്ഞാണ്, അതൊക്കെ നമുക്ക് നടക്കുന്നല്ല, യുവാക്കൾക്കൊക്കെ ഉള്ളതാണ് എന്ന് ആരും വിചാരിക്കണ്ട. ഒക്കെ നിങ്ങൾക്കും പറ്റുന്ന കോലത്ത് തന്നെയാണ് സിലബസ് ഉള്ളത്. താല്പര്യമുണ്ടാകണം എന്നുള്ളതാണ്. നല്ല താല്പര്യം ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ സഹായം തീർച്ചയായിട്ടും ഉണ്ടാകും. അതുകൊണ്ട് കഴിയുന്ന ആളുകളൊക്കെ ആ കോഴ്സിൽ ജോയിൻ ചെയ്യണം. നല്ലോണം
പരിശ്രമിക്കാനും പഠിക്കാനും പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ സാധിക്കും. നല്ലൊരു കാഴ്ചപ്പാടുണ്ടാകും. ദീനിന്റെ വിഷയത്തിൽ വിശാലമായ കാഴ്ചപ്പാട് ഇത്തരം കോഴ്സുകളിൽ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ലഭിക്കും. അതുകൊണ്ട് പരിശ്രമിക്കാം. ഇനി നിങ്ങൾക്ക് അറിയുന്ന ആളുകൾ, പഠിക്കാൻ ഇത്തരം താല്പര്യമുള്ള ഒരുപാട് ആളുകളുണ്ട്, അവരിലേക്കും എന്ത് ചെയ്യാം, ഈ മെസ്സേജ് എത്തിക്കുക. എത്ര ദൂരായാലും വരാൻ താല്പര്യമുള്ള ഒരുപാട് ആളുകളുണ്ട്, പക്ഷെ അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പൊ അവർക്കും കൂടി എന്ത് ചെയ്യണം, ഈ ഒരു സന്ദേശം, ഇങ്ങനെ ഒരു സംഭവം ഈ പള്ളിയിൽ നടക്കുന്നുണ്ട് എന്ന് പറയണം. അതിന്റെ പോസ്റ്ററുകളും മറ്റൊക്കെ വ്യാപകമായി ഷെയർ ചെയ്യപ്പെടണം. എങ്കിൽ ഒരുപാട് ആളുകൾ എത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അത് പള്ളിക്കും ഒരു നിലക്ക് ഖൈറാണ്. പള്ളിക്കും ഒരു നിലക്ക് അറിവ് പഠിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് പള്ളിക്കും ഒരുപാട് നിലക്ക് നന്മ നിറഞ്ഞൊരു വിഷയമാണ്. അതുകൊണ്ട് പങ്കാളികളാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.